ഇന്നലെ ഞാനൊരു പ്രസംഗം കഴിഞ്ഞിറങ്ങുമ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, എന്താ വെച്ചാൽ നിങ്ങൾ എവിടെയോ പ്രസംഗിച്ചൊരു പ്രസംഗമുണ്ട്, എവിടെയോ, പക്ഷെ അതിൻ്റെ വീഡിയോ എവിടെയും കാണാനില്ല, ഒരു ഓഡിയോ ഉണ്ട്. അപ്പം ഞാൻ ആ പ്രസംഗം എന്തിനു എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നു. ഈ പ്രസംഗം എന്തിനാ എപ്പോഴും കേൾക്കണത്? ഒരു പ്രസംഗത്തിൽ എന്തൊരു കുറഞ്ഞ പോയിന്റിലുണ്ടാവുള്ളൂ, ആ പോയിന്റ് മനസ്സിലായാൽ പിന്നെ ആ പ്രസംഗം കേൾക്കണം. അപ്പൊ അയാളുടെ അറിയണം എന്താണ്, നിങ്ങൾ ഈ റെക്കോർഡ് ചെയ്യുന്ന ആൾക്കാരോടൊക്കെ ഒന്ന് ചോദിച്ചിട്ട് നിങ്ങൾ ആ പ്രസംഗം ഒന്ന് എനിക്ക് ഒന്ന് സംഘടിപ്പിച്ച് എനിക്ക് നിങ്ങൾ മുഖാമുഖം ഒന്ന് ഇങ്ങനെ കേൾക്കാനാണ്, ഇങ്ങനെ സമാധാനം കിട്ടാൻ വേണ്ടി ഞാൻ മുഴുവൻ ടെൻഷൻ സമയത്തും ആ പ്രസംഗം ഇടുന്നതാണ്. ഞാൻ എന്റെ മഹത്വം പറയാനല്ല സുഹൃത്തുക്കളെ, ഒരു പ്രസംഗം കൊണ്ട് എങ്ങനെയുള്ള ടെൻഷൻ പോണത്? പ്രസംഗം കൊണ്ട് ടെൻഷൻ പോണത് ആ പ്രസംഗത്തിലെ ആയത്തുകളും വചനങ്ങളും കേൾക്കുമ്പോൾ ദുനിയാവ് അപ്രത്യക്ഷമാകും. മനസ്സിനുള്ളിൽ വിശ്വാസത്തിന്റെയും ദീനിന്റെയും വിചാരങ്ങൾ തെളിയും. ആ സൂര്യൻ പ്രത്യക്ഷപ്പെടുമ്പോൾ കാർമേഘങ്ങൾ ഒഴിയും, ദുഃഖത്തിന്റെ മേഘങ്ങൾ ഒഴിയും, മനസ്സ് പ്രകാശമാനമാകും, സന്തോഷമാകും. അതുകൊണ്ട് ഭൗതിക ചിന്തകളിൽ നിന്നും ആലോചനകളിൽ നിന്നും മനസ്സിനെ സ്വസ്ഥതപ്പെടുത്താൻ എന്താണ് മാർഗം എന്ന് തീരുമാനിക്കൂ. അതുതന്നെയാണ് ടെൻഷന്റെ ഒന്നാമത്തെ പരിഹാരം. ടെൻഷൻ വർദ്ധിപ്പിക്കുന്ന ചിന്തകളാണ്. മനസ്സിനെ ചിന്തിക്കാൻ അനുവദിച്ചാൽ അത് ടെൻഷനെ തരൂ. അതങ്ങനെ നെഗറ്റീവ് മാത്രമേ ചിന്തിക്കുള്ളൂ. രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, സത്യത്തിൽ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ മാനസികമായി തകർന്നു പോകുന്നതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിരിക്കും. ആരുടെയെങ്കിലും ഒരു മരണം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ജീവിത പരാജയം, ഒരു നഷ്ടം, എന്തെങ്കിലും ഒരു പ്രശ്നം ചിലപ്പോൾ ഉണ്ടാവും, അന്വേഷിച്ച് കണ്ടെത്തുമ്പോൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ആകസ്മികമായ ഒരു സംഭവം, ഒരു പ്രശ്നം നമ്മുടെ മനസ്സിനെ തകർത്തത്? എന്തുകൊണ്ടാണ്? ഉത്തരം വളരെ ലളിതമാണ്. നമ്മൾ അങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മൾ ഒരിക്കലും അങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. അതാണ് അടിസ്ഥാനം. ഒരു മരണം നമ്മൾ പ്രതീക്ഷിച്ചില്ല, പ്രതീക്ഷിക്കാതെ ആ മരണം സംഭവിച്ചു. ഒരു സാമ്പത്തികമായ മഹാനഷ്ടം നമ്മൾ ഒരിക്കലും കണക്ക് കൂട്ടിയിട്ടില്ല, കണക്ക് കൂട്ടാതെ അത് സംഭവിച്ചു. ഒരു മാരകമായ രോഗത്തെ നമ്മൾ ഒരിക്കലും മനസ്സിൽ വിചാരിച്ചിട്ടില്ല, പെട്ടെന്നൊരു സെക്കൻഡിൽ നമുക്ക് സ്ട്രോക്ക് വന്നു, തളർന്നു, കിടപ്പിലായി. നമ്മുടെ നിത്യകാര്യങ്ങൾ മറ്റൊരാൾ ചെയ്തു തരേണ്ട അവസ്ഥ വന്നു. മനസ്സ് തളർന്നു പോകുമെന്ന് ഉറപ്പാണല്ലോ. അപ്പൊ ഇത്തരം ആകസ്മികമായ ജീവിത സംഭവങ്ങൾ ഉണ്ടായവർക്കെല്ലാം മനസ്സിന് ഷോക്ക് പറ്റിയിട്ടുണ്ട്. ആഹ്ലാദകരമായി അനേകം പ്രതീക്ഷകളോടുകൂടെയാണ് ഒരു കല്യാണ പന്തലിൽ നമ്മുടെ മോളെ നാം അണിയിച്ചൊരുക്കി ഇസ്ലാമികമായ ഒരു വിവാഹത്തിലൂടെ വിശ്വസ്തനായ ഒരു പുരുഷന്റെ കയ്യിൽ ഏൽപ്പിച്ച്. പക്ഷെ അവൾക്ക് അവിടെ നിന്നൊരു ജീവിതം കിട്ടിയില്ല. നമ്മൾ പ്രതീക്ഷിച്ചത് എന്താണ്? നല്ലൊരു ജീവിതം കിട്ടുമെന്നാണ്. പക്ഷെ അത് കിട്ടിയില്ല. അവൾക്ക് ആ ജീവിതം ഒരു ദുരിതമായിരുന്നു, ദുരന്തമായിരുന്നു. അതറിയുമ്പോൾ നമ്മുടെ മനസ്സ് തകർന്നു പോകും. സത്യത്തിൽ ഇവിടെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലുടനീളം മാരകമായ തടസ്സങ്ങൾ വന്നു വീഴുമെന്ന് അവൻ പ്രതീക്ഷിക്കണം. എന്തുകൊണ്ട്? അള്ളാഹ് അങ്ങനെയാണ് നമുക്ക് ജീവിതത്തെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ വിചാരിച്ച സ്വപ്നങ്ങളും വിചാരിച്ച ആഗ്രഹങ്ങളുമായി തടവുകളും തടസ്സങ്ങളും ഇല്ലാതെ, മതിലുകളും വേലികളും ഇല്ലാതെ, വേദനകളും പ്രശ്നങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോകുമെന്ന് നമ്മുടെ മനസ്സ് എപ്പോഴോ തെറ്റിദ്ധരിച്ചു പോയി. അത് നമ്മുടെ ആഗ്രഹമാണ്, നമ്മുടെ സ്വപ്നമാണ്. പക്ഷെ അങ്ങനെ ഒരിക്കലും സംഭവിക്കൂല എന്നാണ്. എല്ലാവർക്കും മാരകമായ പരീക്ഷ, ആമുൽ ഹുസ്ൻ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ സംഭവമാണ്. ദുഃഖവർഷം. എന്താ സൗഹൃദത്തിലെ ദുഃഖവർഷം? തൻ്റെ പിതൃതുല്യനായി തന്നെ സംരക്ഷിച്ചിരുന്ന വ്യക്തിയും അതേപോലെ തന്നെ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയും മരണപ്പെട്ടു പോയ ഒരു സന്ദർഭം, അതിനെ ദുഃഖവർഷം എന്ന് വിളിക്കുമ്പോൾ അത്രയും മാരകമായ മനോവേദനകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണ്. അതെല്ലാവർക്കും വരാം. ഇത് പ്രവാചകന്മാർക്ക് വന്നുവെങ്കിൽ എനിക്കും നിങ്ങൾക്കും വരില്ലെന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? ഖുർആൻ ഉടനീളം വായിച്ചാൽ നമുക്കറിയാം മക്കൾ മരിച്ചതിൻ്റെ വേദന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചിട്ടുണ്ട്. നമുക്ക് അറിയുന്ന കാര്യമില്ല. മകൻ മരിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും മക്കൾ മരിച്ചിട്ടുണ്ടോ? മക്കൾ മരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കൾ പിതാവിനെ കാണാൻ പോലും സാധിച്ചിട്ടില്ല, പിതാവിനെ കണ്ടിട്ട് പോലുമില്ല. അനാഥത്വം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനാഥനായി ജനിക്കേണ്ടി വന്നിട്ടുണ്ട്. ജീവിത പ്രയാസങ്ങളും പ്രതിസന്ധികളും എന്നത് ഒരു മനുഷ്യ ജീവിതത്തിന്റെ ഭാഗമാണ്. അപ്പൊ പിന്നെ നമ്മൾ ഇതിനെ അപരിചിതമായി കാണുന്നത്, എന്തോ വരാൻ പാടില്ലാത്ത ഒന്ന് വന്നതുപോലെ കാണേണ്ട കാര്യമില്ല. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വനബലൂകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന വഇലൈനാ തുർജഊൻ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാവരും മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും. മരിക്കും എന്നത് ജീവിതത്തിന്റെ ഒരു പരിസമാപ്തിയാണ്. എന്നിട്ടോ വനബലൂകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന വഇലൈനാ തുർജഊൻ. ശർറ് കൊണ്ടും ഖൈറ് കൊണ്ടും നിങ്ങളെ നാം പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. വഇലൈനാ തുർജഊൻ. എന്നിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത്. ജീവിതം എന്നതിനെ അള്ളാഹ് പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ്? എല്ലാവരും മരിക്കുമെന്നത് ജീവിതത്തിന്റെ മരിക്കോളം എന്താ അവിടെ സംഭവിക്കുക? മരിക്കണത് വരെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എന്താ സംഭവിക്കുക? ഒന്നില്ലെങ്കിൽ അനുകൂലം, അല്ലെങ്കിൽ പ്രതികൂലം. രണ്ടിലൊന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കും. ഇന്നൊരു സന്തോഷമാകാം, അല്ലെങ്കിൽ ദുഃഖമാകാം. നമ്മൾ പീസ് റേഡിയോ ഒന്ന് പാട്ട് കേൾക്കലില്ലേ? ഒരു ഭാഗത്ത് ഇല കൊഴിയും, മരത്തിന്റെ മറുഭാഗം ഇതളുകൾ വിരിഞ്ഞതു കാണാമെന്ന്. ഒരു ഭാഗത്ത് ഇല കൊഴിയും, മരത്തിന്റെ മറുഭാഗം ഇതളുകൾ വിരിഞ്ഞതു കാണാം. മരത്തുമ്മ കണ്ടിട്ടില്ല നിങ്ങൾ? മരത്തിന്റെ ഇലകൾ ഇങ്ങനെ കൊഴിഞ്ഞു പോകുമ്പോൾ വേറെ സ്ഥലത്ത് പുതിയ തളിരിങ്ങനെ വരുന്നുണ്ടായിരിക്കും. അങ്ങനെയാണ്
അതാണ് ജീവൻ. ചിലപ്പോ നനക്കാൻ വേണ്ടി 4, 5, 10 ദിവസമൊക്കെ നമ്മൾ ഗ്യാപ്പ് ഇട്ടാൽ മുറ്റത്തെ ചെടി ശരിക്കും ഉണങ്ങി പോയിട്ടുണ്ടാവും. ഉണങ്ങി എല്ലാ ഇലകളും ഉണങ്ങിയിട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ നനച്ചിങ്ങനെ കൊടുക്കുമ്പോൾ കാണാം ആ ചെടി പഴയ ചെടിയായി വരുന്നത് കാണാൻ പറ്റും. അതെന്തുകൊണ്ടാണ്? അത് അങ്ങനെയാണ്. ദുഃഖങ്ങളും സന്തോഷങ്ങളും സമ്മിശ്രമാണ് ഈ ജീവിതം. വനബലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന വഇലൈനാ തുർജഊൻ. നന്മ കൊണ്ടും തിന്മ കൊണ്ടും അനുകൂലത കൊണ്ടും പ്രതികൂലത കൊണ്ടും നിങ്ങളെ നാം പരീക്ഷിച്ചു കൊണ്ടിരിക്കും. വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. ശാരീരികമായ നഷ്ടം, സാമ്പത്തികമായ നഷ്ടം, ഇതുകൊണ്ടൊക്കെ നിങ്ങളെ ഞാൻ പരീക്ഷിച്ചു കൊണ്ടിരിക്കുമെന്ന് അള്ളാഹു ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, വരും. നമ്മൾ മരണത്തെ പ്രതീക്ഷിക്കണം, ദാരിദ്ര്യത്തെ പ്രതീക്ഷിക്കണം, കടത്തെ പ്രതീക്ഷിക്കണം, പ്രതിസന്ധികളെ പ്രതീക്ഷിക്കണം. എല്ലാം നമ്മുടെ ജീവിതത്തിൽ വരും. എന്ത് വന്നാൽ അതെല്ലാം ജീവിതത്തിന്റെ ഭാഗമാണെന്ന് ചേർത്ത് വെക്കണം. മാത്രല്ല, ഒരു വിശ്വാസിക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? പ്രതികൂലതകൾ ഒരു വിശ്വാസിക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടാക്കുമോ? സുഹൃത്തുക്കളെ, ഒരു വേദന എനിക്ക് നഷ്ടം സംഭവിച്ചു എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും? ഒരിക്കലും പറയാൻ പറ്റൂല. വേദനയ്ക്ക് കൂലി കിട്ടുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ. എന്താ നമുക്ക് സംശയം? മുറ്റത്തെ ഫ്രൂട്ട്സിന്റെ മരത്തിൽ നിന്ന് പക്ഷികൾ ഫ്രൂട്ട്സ് കൊണ്ടുപോകുമ്പോൾ നമ്മൾ എന്താ പറയാ ഇതൊന്നും ഇങ്ങോട്ട് വിരിഞ്ഞിറങ്ങാൻ സമ്മതിക്കൂല. അപ്പോഴേക്കും എല്ലാം അത് കൊണ്ടുപോയി എന്നാണ്. മുരിങ്ങ മരത്തിന്റെ ആ കായുണ്ടാകേണ്ട പൂവുകളുണ്ടല്ലോ, അതാണ് അണ്ണാറക്കണ്ണൻ തിന്ന് തോടാക്കി താഴത്തേക്ക് ഇടുന്നത്. അപ്പൊ കാണുമ്പോൾ ഒരു കൃഷിക്കാരന്റെ മനസ്സ് വേദനിക്കേണ്ട. ഇതൊക്കെ ഒന്നായിട്ട് കായ്ച്ചു പൂത്ത് നിങ്ങൾക്ക് ആ മാവ് നിറച്ചും മാമ്പഴം നിറഞ്ഞാൽ നിങ്ങൾക്ക് എന്തു ചെയ്യാൻ പറ്റും? എത്ര ചീഞ്ഞു പോകുന്നു, നശിച്ചു പോകുന്നു. നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി, എത്ര അളവ് നിങ്ങൾ കഴിക്കും? സുഹൃത്തുക്കളെ, അത് ഈ പ്രകൃതിയിൽ അള്ളാഹു നമുക്കും ഈ ജീവജാലങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി തന്നതാണ്. അതുകൊണ്ട് കീടങ്ങളെ അനുവദിക്കണമെന്നല്ല അതിന്റെ അർത്ഥം. അതുകൊണ്ട് അവർ തിന്നട്ടെ, കൂലി നമുക്കാണ്. നമ്മുടെ മരത്തിൽ നിന്നാണത് തിന്നതെങ്കിൽ കൂലി നമുക്കാണ്. അയൽവക്കക്കാരന്റെ പറമ്പിൽ നിന്ന് മാമ്പഴം അണ്ണാറക്കണ്ണൻ കൊണ്ടുപോയാൽ നമുക്ക് കൂലി കിട്ടില്ല, നമുക്ക് അപ്പോഴേ കിട്ടുള്ളൂ, ഒരു മുള്ളിന് പോലും. പിന്നെ എന്തിനാണ് സുഹൃത്തുക്കളെ പ്രതികൂലതകളെ കുറിച്ച് ചിന്തിച്ച് നമ്മൾ ആലോചിക്കുന്നത്? എന്തിനാണ്? സ്ട്രോക്ക് വന്ന് തളർന്ന് കിടന്നാൽ വിഷമം തന്നെയാണ്, എന്താ സംശയം? നടന്നു നീങ്ങാൻ പറ്റാതെ കിടക്കുമ്പോൾ. പക്ഷെ നമ്മൾ ഓർക്കണം, ഒരു 10 വർഷത്തെ കിടത്തത്തിൽ അയാൾ നേടിയത് 50 വർഷത്തെ ഓട്ടത്തിൽ അയാൾ നേടാത്തതാണ്. 10 വർഷത്തെ മലർന്നു കിടത്തത്തിൽ അയാൾ നേടിയത് 50 വർഷത്തിലെ ഓട്ടത്തിൽ അയാൾ നേടാത്തതാണ്. അയാൾ ഇരുന്ന് ചൊല്ലുകയാണ്, അയാൾ ഇരുന്ന് ചിന്തിക്കുകയാണ്, അവർ അള്ളാഹുവിലേക്ക് മനസ്സെടുത്ത് പ്രാർത്ഥിക്കുകയാണ്, അയാളെ പരിചരിക്കുന്നവർ കണക്കില്ലാത്ത കൂലികൾ എണ്ണി വാങ്ങുകയാണ്. ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ വിശ്വാസിക്കേ പറ്റൂ. ഇതൊന്നും വിശ്വാസിക്കല്ലാതെ മറ്റാർക്കും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത്, ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹകും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ് വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹ്. എന്നാണ് പടച്ചോൻ? പുണ്യം എന്ന് പറഞ്ഞാൽ എന്താ? ഈമാൻ പുണ്യാണ്, നിസ്കാരം പുണ്യാണ്, സക്കാത്ത് പുണ്യാണ്. വസ്സാബിരീന ഫിൽ ബഅസാഇ വദ്ദറാ. വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ, സന്തോഷങ്ങളും ദുഃഖങ്ങളുമെല്ലാം വരുമ്പോൾ ക്ഷമയോടുകൂടെ ജീവിക്കുന്നവരും വലിയ വലിയ പുണ്യങ്ങളാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. പ്രവാചകരെ, 2 ആളെ പനിയുണ്ടല്ലോ നിങ്ങൾക്ക്. മരണത്തിന്റെ അവസാന നിമിഷങ്ങളിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട തന്റെ പുത്രി പറഞ്ഞു. നബിയുടെ മറുപടി എന്താ? 2 ആളെ കൂലിയും എനിക്കുണ്ട് എന്ന്. സുഹൃത്തുക്കളെ, കിടപ്പിലായ പല രോഗികളും 4 ആളുകളുടെ വേദനകളാണ് അവരനുഭവിക്കുന്നത്. അവർക്ക് 4 ആളെ പ്രതിഫലം ഉണ്ടാകും. അതാ കിടക്കണോന്റെ മനസ്സിൽ വേണം, അവനെ പരിചരിക്കണോന്റെ മനസ്സിൽ വേണം. ആ വാക്കുകൾ നമുക്ക് പറയാൻ പറ്റണം. ഞാൻ വെറുതെ പറയല്ല. നിരാശരായി മനസ്സുമടുത്ത് മരിച്ചു കിട്ടിയെങ്കിൽ എന്ന് വിചാരിച്ച് മുഖത്ത് 100 കണക്കിന് ട്യൂബുകളും പിന്നെ യന്ത്രങ്ങളും ഘടിപ്പിച്ച് കിടക്കുന്നവന് സുഹൃത്തുക്കളെ പറഞ്ഞാൽ കേൾക്കൂ, അയാൾക്ക് മനസ്സിലാകൂ. അയാളോട് പറഞ്ഞു നോക്കൂ നിങ്ങൾ ഇതൊക്കെ. അയാളുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് തെളിയും. അയാൾ ആകാംക്ഷയോടെ നമ്മുടെ കണ്ണുകളിലേക്ക് നോക്കും. കേൾക്കുന്ന വചനങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കും. നമ്മളിരുത്തതൊക്കെ ഉണ്ട്, പക്ഷേ ഇതൊന്നും സമയത്ത് ഓർമ്മ വരാതെ പോകുന്നു നമുക്ക്. അതുകൊണ്ട് പ്രതീക്ഷിക്കുക ജീവിതത്തിൽ. മരണം എന്തായാലും വരില്ലേ സുഹൃത്തുക്കളെ? അല്ലെ, ഒരു പാരസെറ്റമോൾ പോലും കുടിക്കേണ്ട ഗതികേട് വരാതെ ജീവിച്ചാലും മരിക്കണ്ടേ എനിക്കും നിങ്ങൾക്കും? മരണത്തിന്റെ വേദനകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ചില വിചാരങ്ങൾ വേണ്ടേ സുഹൃത്തുക്കളെ മനസ്സിൽ? ചില ആശയങ്ങൾ വേണ്ടേ മനസ്സിൽ? ആ വേദനകളെ അതിജീവിക്കാൻ നമുക്ക് ചില ചിന്തകൾ വേണ്ടേ? അപ്പൊ വരും.
പ്രതീക്ഷിച്ചോളൂ, എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും വരും ജീവിതത്തിൽ. അള്ളാഹു മാരകമായ പരീക്ഷണങ്ങൾ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അനുഭവിക്കുന്നതിനെല്ലാം അള്ളാഹു അർഹമായ പ്രതിഫലങ്ങൾ നമുക്ക് തരട്ടെ. അപ്പൊ രണ്ടാമത്തെ എന്താ? വരുമെന്ന് വിചാരിച്ച് ജീവിക്കണം, വരുമെന്നെപ്പോഴും പ്രതീക്ഷിക്കണം. ഭാര്യയോട് പറയണം, ഞാൻ മരിക്കും. നിങ്ങൾ മിണ്ടാതിരുന്നാണ് എന്ന് പറയും, ഞാൻ മരിക്കും. ഈ മക്കളോട് പറയണം, നമ്മൾ മരിക്കും. അതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. അത് പറഞ്ഞു ശീലിക്കട്ടെ അവർ. എന്നും അവരെ അസ്വസ്ഥമാക്കാനല്ല, പക്ഷെ അവരത് പ്രതീക്ഷിക്കണം. മരിച്ചു കഴിഞ്ഞാൽ അവരെങ്ങനെ ജീവിക്കും? അതിപ്പോ ചിന്തിക്കുന്നതിന് വിരോധമൊന്നുമില്ലല്ലോ. അവരെ പ്രാരാബ്ധത്തിലിട്ട് പോകരുതെന്ന് നമ്മളോട് കൽപ്പനയില്ലേ? അതുകൊണ്ട് മരണത്തിന് വേണ്ടിയുള്ള ഒരു ഒരുക്കമാണ്. ഞാൻ ഇന്ന് കണ്ണടച്ചാലും നാളെ അവർ പഞ്ചസാര വാങ്ങട്ടെ, നാളെ അവർ അരി വാങ്ങട്ടെ, അതിനെന്തെങ്കിലും ഒരു വക അവർക്കുണ്ടാവണമെന്ന് വിചാരിക്കുന്നത് മരണത്തിന് വേണ്ടിയുള്ള ഒരുക്കമാണ്. അതിലൊന്നും തെറ്റില്ലല്ലോ സുഹൃത്തുക്കളെ. അതുകൊണ്ട് പ്രതീക്ഷിക്കുക ജീവിതത്തിൽ പ്രതികൂലതകളെ. രണ്ടാമത്തെ അതാണ്. പിന്നെ എന്തിനാ നമ്മൾ ടെൻഷൻ ആണെന്ന് പറയും? ഞമ്മക്കൊന്നും ഇല്ലാഞ്ഞിട്ടല്ല സുഹൃത്തുക്കളെ, ഞമ്മക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടല്ല, നമ്മളെക്കാളും മറ്റുള്ളവൻ ഉള്ളത് കൊണ്ടാണ്. മൂന്നാമത്തെ നിങ്ങൾ അറിയാം, നമുക്ക് വിഷമം ഉണ്ടാവുന്നത് നമുക്ക് വീടില്ലാഞ്ഞിട്ടല്ല, നമ്മളെക്കാളും നല്ല വീട് അയൽവാസിക്ക് ഉണ്ടായത് കൊണ്ടാണ്. നമുക്ക് കാറില്ലാഞ്ഞിട്ടല്ല, നമ്മളെക്കാളും നല്ല കാർ അവരുണ്ടായത് കൊണ്ടാണ്. ചില ആൾക്കാർ കണ്ടില്ല നിങ്ങൾ, ഒരു ഹക്കും ബാത്തിലും ഇല്ലാതെ ബിസിനസ് ചെയ്യണു, പൈസ കിട്ടിയാൽ മതി. എന്താ അവന്റെ വിചാരം? ഈ പണം കയ്യിൽ വന്നാൽ എല്ലാം പരിഹാരമായി എന്നാണ് വിചാരിക്കുന്നത് സുഹൃത്തുക്കളെ. ആ സ്വപ്ന ഓട്ടങ്ങൾക്ക് വേണ്ടി നിന്റെ ജീവിതത്തിലെ ചെറുതായ സുഖങ്ങൾ പോലും നീ ഉപേക്ഷിക്കേണ്ടി വരും. അവിടെ സുഹൃത്തുക്കളെ, ആർത്തി വേണ്ട. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹദിൽ ബലാഅ വദർകി ശഖാഅ വസൂഇൽ ഖലാഅ വശമാതത്തിൽ അഅദാഅ. നമ്മൾ രക്ഷ തേടുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിനൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മനസ്സിന്റെ ആർത്തി. മനസ്സിന് അടങ്ങാത്ത ആർത്തിണ്ട്. ആ മനസ്സിനാണ് സമ്മതം കൊടുത്താൽ നമ്മുടെ ജീവിതം നശിപ്പിച്ച് നമ്മുടെ കയ്യിലെടുത്ത്. അതാണ് മനസ്സ് എന്ന് പറഞ്ഞാൽ. അത്രമാത്രം ആർത്തിയുള്ളതാണ് നമ്മുടെ മനസ്സ് പറഞ്ഞാൽ. അതുകൊണ്ട് ആ മനസ്സിന്റെ ആർത്തികളിൽ നിന്ന്, മനസ്സിന്റെ താല്പര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പൊ എന്താ സുഹൃത്തുക്കളെ, മറ്റുള്ള ആളുകൾക്കുണ്ട് എന്താലോചിച്ച്. നമ്മൾ ഒരു വീട്ടിൽ 5 മക്കളാണ്, നമ്മൾ ചെറിയൊരു പെട്ടിപ്പീടേറ്റ് ഇരിക്കുകയാണ്. മറ്റൊരുത്തൻ എന്താണ്? ഉദ്യോഗസ്ഥനാണ്, വേറൊരുത്തൻ ഗൾഫിലാണ്, ഓൻ്റെ വീട്ടിൽ അങ്ങനത്തെ പൂച്ചട്ടിയാണ്, അങ്ങനത്തെ സിറ്റ് ഔട്ടാണ്. എന്തിനാ നമ്മളത് ആലോചിച്ചിരിക്കുന്നത് സുഹൃത്തുക്കളെ? ലോകം അങ്ങനെയാണ്. ഈ ലോകത്തുള്ള എല്ലാ ആളുകളും ഒരു പ്രദേശത്ത് ജീവിക്കുന്നവരും ഒരു വീട്ടിലുള്ളവരൊക്കെ അങ്ങനെ ആകും. അതും ആലോചിച്ചിട്ട് നമ്മളിങ്ങനെ ഇടങ്ങാറായി നിൽക്കണം. ഈ മത്സരം കണ്ടിട്ടില്ലേ നിങ്ങൾ? അവിടെ ഫ്രിഡ്ജ് വാങ്ങിയാൽ ഇവിടെ ഫ്രിഡ്ജ്. നമുക്ക് ഫ്രിഡ്ജ് വാങ്ങേണ്ട ആവശ്യമുണ്ടെങ്കിലാണ് അയലോക്കക്കാരൻ വാങ്ങുമ്പോഴല്ല. നമ്മൾ വാഷിംഗ് മെഷീൻ വാങ്ങേണ്ടത് നമുക്കത് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിയാൽ മതി. അയലോക്കത്ത് വാങ്ങണോ സുഹൃത്തുക്കളെ? അതിന് 25,000, അതിന് 15,000, അതിന് 30,000 കൊടുത്ത് നമ്മൾ എന്തിനാ വെറുതെ അത് ആലോചിച്ചിരുന്ന് അസ്വസ്ഥതപ്പെടുന്നത്? ഒന്നൊരു കൈഫ ഫല്ലൽനാ ബഅദഹും അലാ ബഅദ് വലൽ ആഖിറത്തു അക്ബറു ദറജാതിൻ വ അക്ബറു തഫ്ളീല ഉൻദുർ കൈഫ ഫല്ലൽനാ ബഅദഹും അലാ ബഅദ്. അല്ലാഹ് പറയാണ്, നോക്ക് നമ്മൾ എങ്ങനെയാണ് ഒരാളെ മറ്റുള്ളവരെക്കാളും ശ്രേഷ്ഠരാക്കിയത്. പടച്ചവൻ അങ്ങനെ ഉണ്ടാക്കിക്കണേ. ഇങ്ങനെ നോക്കിയാൽ അപ്പുറത്ത് പാവപ്പെട്ടവൻ്റെ ഒരു കുടില്, തൊട്ടുപ്പുറത്തൊരു വലിയ കൊട്ടാരം. അങ്ങനെ ദുനിയാവിൽ സുഹൃത്തുക്കൾ അങ്ങനെ ആകുമ്പോഴുള്ളൂ മനുഷ്യന് ജീവിതം മനസ്സിലാവുള്ളൂ. അങ്ങനെ ആകുമ്പോഴേ നമ്മുടെ ചിന്തകൾ പ്രവർത്തിക്കൂ. അങ്ങനെ ആകുമ്പോഴേ നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കൂ. അങ്ങനെയാകുമ്പോഴേ നമ്മുടെ ജീവിത ലക്ഷ്യം ഓർമ്മപ്പെടുത്തപ്പെടുള്ളൂ. അതുകൊണ്ട് എന്താ അറിയോ? അസ്വസ്ഥതപ്പെടണ്ട. ഏറ്റവും വലിയ സംതൃപ്തവാനും സന്തോഷവാനും ആരാന്നറിയോ സുഹൃത്തുക്കളെ? എന്താ പടച്ചോനെ എൻ്റെ ഒരു സുഖം, സമാധാനം ഒന്നുമില്ലല്ലോ, ഒരു പൈസ കടല്ലല്ലോ. ഇന്ന് രാത്രി മരിച്ചാൽ ആർക്കും കൊടുക്കല്ല. ഇന്നലെ വന്ന പീടികയിൽ നിന്ന് അവൻ പറഞ്ഞു, ആ 10 ഉറുപ്പ്യ ഇനി വരുമ്പോ തന്നാ മതി, വേണ്ട 20 ഉറുപ്പ്യ അവിടെ വെച്ചോ, 10 ഞാൻ വരുമ്പോ എനിക്ക് തന്നാ മതി. നമുക്ക് മനസ്സ് ഫ്രീ ആയില്ലേ? 10 ഉറുപ്പ്യല്ലേ നമ്മുടെ മനസ്സ് ഫ്രീ ആയി സുഹൃത്തുക്കളെ. അങ്ങനെ കൊടുക്കുക. അവൻ പറയണത് 10 20ന്റെ നോട്ടാണ്, 10 തരേണ്ടുള്ളൂ, ഒരു ചായല്ലേ കുടിച്ച സുഹൃത്തുക്കൾ. ഇപ്പൊ 20ന്റെ നോട്ട് കുറേ ഉണ്ട്. അപ്പൊ കൊടുക്കുമ്പോൾ അവനോട് പറയാം, ഈ 20 അവിടെ വെച്ചോ, നീ 10 ഉറുപ്പ്യ ഞാൻ നാളെ വരുമ്പോ തന്നാ മതി എന്ന് പറഞ്ഞാൽ നമുക്ക് സമാധാനം. ഇവനെക്കാളും സംതൃപ്തൻ ലോകത്താരുണ്ട് സുഹൃത്തുക്കളെ? നിങ്ങൾക്കറിയോ ഈ കോടീശ്വരന്മാരൊക്കെ അവസ്ഥ? നിങ്ങൾക്കറിയോ സുഹൃത്തുക്കളെ? അവരൊക്കെ പുതിയ പുതിയ പദ്ധതികൾ തുടങ്ങിയിരിക്കുകയാണ്, അവിടെ കോടികൾ മുടക്കിയിരിക്കുകയാണ്. അവർക്കറിയില്ല ആർക്കാണ് കടമെന്ന്, എവിടെ നിന്നാണ് വരേണ്ടതെന്ന്, നാളെ ഇത് എന്താകുമെന്ന്. എന്ത് സമാധാന സുഹൃത്തുക്കളെ! അത്രയൊക്കെ വേണോ എനിക്കും നിങ്ങൾക്കും ജീവിക്കാൻ? അത്രയൊക്കെ വേണോ എനിക്കും നിങ്ങൾക്കും ജീവിക്കാൻ? അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ എന്തില്ല നിങ്ങൾ ഇങ്ങനെ മറ്റുള്ളവന്റെ ഭാര്യമാര്, മറ്റുള്ളവന്റെ കാറ്, മറ്റുള്ളവന്റെ വീട് നോക്കിയിട്ട് വലാത്ത മുദ്ദന്ന ഐനൈക്ക് ഇലാമാ മത്തഅനാ ബിഹി, ഞാൻ അവർക്ക് കൊടുത്ത സുഖവിഭവങ്ങൾ കണ്ട് നീ വഞ്ചിതനാകേണ്ടതില്ല, അവരിലേക്ക് നീ നോക്കി ആഗ്രഹിക്കേണ്ടതില്ല എന്ന് പറയുന്നത് ആരോടാ സുഹൃത്തുക്കളെ? മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തൃപ്തിപ്പെടുക. ഓ പടച്ചോനെ, എന്തപ്പൻ്റെ ഒരു വീട്, എന്തൊരു സമാധാനം. നമ്മളപ്പുറത്തൊരു 5 സെന്റ് സ്ഥലം കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾക്കാർ വന്നിട്ട് ബുക്ക് വെച്ചു. അപ്പൊ ആർക്കാ എന്താന്നൊക്കെ ചോദിച്ചപ്പോൾ പറയാണ്, ഒരു വലിയ മുതലാളിമാരാണ്, എന്തു വിലക്കും വാങ്ങും. ആയിക്കോട്ടെ, എന്താ പോലെ പ്രശ്നം? ഈ വലിയ മുതലാളിമാരെന്തൊക്കെതിരെ ഈ 5 സെന്റ് സ്ഥലം
അപ്പൊ ചോദിച്ചപ്പോ അവർ പറയാണ് എന്തറിയോ, അവർക്ക് വലിയ വീടാണ്. അപ്പൊ കുട്ടികളെയും മക്കളെയൊക്കെ കെട്ടിച്ചൊക്കെ പോയപ്പോ ഇപ്പൊ അവർക്കും ഭാര്യക്കും ഭർത്താവിനും വലിയ വീട് കൊണ്ടുനടക്കാൻ വയ്യ. അപ്പൊ അവർക്ക് ചെറിയൊരു വീട് വേണം. എന്നിട്ട് ആ ചെറിയ വീടിനെ പരിചരിച്ച് മുന്നോട്ട് പോകണം. വെറുതെ പറഞ്ഞല്ല, സത്യമായിട്ട് പറഞ്ഞാണ്. അപ്പൊ എന്തേപ്പോ ഇത്ര കാലം വലിയ വീടും വലിയ സമ്പത്തിന് ഓടിയിട്ട് ഇപ്പൊ എന്തേ ചെറിയ വീട്? ജീവിക്കാൻ സുഖം അതാണെന്ന് തിരിച്ചറിയാൻ വർഷങ്ങൾ എത്ര എടുത്തു സുഹൃത്തുക്കൾ. നേരാക്കി കൊണ്ടുനടക്കാൻ ചെറിയൊരു വീട് മതി. ഉണ്ടാക്കി കാണിച്ചു കൊടുത്ത നമ്മളാണ് ഇവരൊക്കെ. എത്ര എത്ര മെസ്സേജ് ഉണ്ട് സുഹൃത്തുക്കളെ ഇതിൽ. ഞാൻ വെറുതെ പറയായിരിക്കും ആൾക്കാർ മെസ്സേജ് ഉണ്ട്. ഒരു സ്ത്രീ എന്നോട് പറയാണ്, മെസ്സേജ് അയച്ചിട്ട് ഞാൻ പ്രതികരിക്കാത്തതിന് അവസാനം എന്നോട് പറഞ്ഞ എന്താ പറയുക, ഈ ഹജ്ജിന് പോകുന്ന ആഡംബരക്കാരില്ലേ നാട്ടിൽ, അവര് ഹജ്ജിന് പോകുന്ന ഒരു ഹജ്ജിന്റെ പൈസ തന്നാൽ മതി ഈ ലോണിൽ നിന്നും കടത്തുനിന്നും ഞങ്ങൾ രക്ഷപ്പെടാൻ, എന്തേ നിങ്ങൾ മറുപടി തരാത്തത്? ഞാൻ പറഞ്ഞു, ലോൺ എടുത്ത് കുടുങ്ങിയവർക്ക് എന്ത് മറുപടിയാണ് കൊടുക്കാനുള്ളത് സുഹൃത്തുക്കളെ? അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് ഇപ്പം അന്ന് 5 ലക്ഷത്തിന് ലോൺ എടുത്ത ആൾക്കാരെ കടം തീർക്കണമെങ്കിൽ ഓലെ പലിശന്റെ 5 ലക്ഷം കൂടി നമ്മൾ എക്സ്ട്രാ കൊടുക്കണം. എന്നവർക്ക് അന്ന് 5 ലക്ഷം ചോദിച്ചാൽ പോരായിരുന്നോ? ആ ലോൺ എടുക്കുന്ന സമയത്ത് ചോദിച്ചാൽ പോരായിരുന്നോ 5 ലക്ഷം? എന്നിട്ട് അവർക്ക് സമാധാനമില്ലത്ര. എന്താ സഹോദരി പറയണു, ഈ പലിശ കൊടുക്കുന്ന പൈസ ഞങ്ങൾക്ക് ഈ പലിശ വീടിയിട്ട് ദിവസ വരുമാനമായിട്ട് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ എത്ര ആഡംബരമായി ജീവിക്കുന്ന. ശരി തന്നെ സുഹൃത്തുക്കളെ, ആരെപ്പത് കൊടുക്കാൻ പറഞ്ഞു? ആരിത് എടുക്കാൻ പറഞ്ഞു? ഒരാളെ കാണിച്ചു തരൂ. ലോൺ എടുത്തിട്ടും പലിശ എടുത്തിട്ടും ജീവിതത്തിൽ മെച്ചപ്പെട്ട ഒരാളെ കാണിച്ചു തരൂ. യംഹഖുല്ലാഹു റിബ. അപ്പൊ നമ്മളെ സ്വസ്ഥത കെടുത്തിയത് ആരാ സുഹൃത്തുക്കളെ? നമ്മളെ സ്വസ്ഥത കെടുത്തി. എന്തിനാ ലോൺ എടുത്തത്? അപ്പൊ ഞാൻ ഈ ലോൺ എടുത്ത സ്ത്രീയോട് പറഞ്ഞു, ഇവിടെ ഇങ്ങനെ ലോൺ സെറ്റിൽ ചെയ്യുന്ന ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ കമ്മിറ്റിക്കാരുണ്ട്. ഓരോട് ഞാൻ പറയങ്ങളൊന്ന് വിളിക്കും. പിറ്റേന്ന് എനിക്കുള്ള വിളി എന്താ വിളി പറയണോ പറയങ്ങള്? ഓല 600 സ്ക്വയർ ഫീറ്റ് വീട് പണയത്തിലാണെങ്കിൽ അവരെടുത്തിരുള്ളൂ. ഞങ്ങളത് 1200 ഉണ്ട്. ലോൺ എടുത്തുണ്ടാക്കിയത് 1200 സ്ക്വയർ ഫീറ്റാണ്. എനിക്കാ പിന്നെ ജീവകാരുണ്യ പ്രവർത്തന കമ്മിറ്റിനോടൊരു സ്നേഹം തോന്നി. ഓലൊരു നിബന്ധന വെച്ചല്ലോ, 600 സ്ക്വയർ ഫീറ്റ് വീടുണ്ടാക്കാൻ ഇടങ്ങേറായിട്ട് ഉണ്ടാക്കിയവരാണെങ്കിൽ ഓൽക്കൊരു ചെറിയ സഹായം ചെയ്ത് രക്ഷപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ആലോചിക്കാം. 1200 അതുകൊണ്ട് രക്ഷപ്പെടാത്തത്. സുഹൃത്തുക്കളെ, സംതൃപ്തി, വാടക വീട്ടിൽ അഭിമാനത്തോടെ ജീവിക്കുവാനുള്ള മനസ്സ് വേണം നമുക്ക്. മനസ്സിലായി? 800-ന്റെ ഒരു മാരുതിക്കാർ കൊണ്ടടക്കാനുള്ള വിനയം വേണം നമുക്ക്. പൈസ ഉണ്ടാകുമ്പോൾ വാങ്ങിക്കോളി, ഒരു പ്രശ്നമല്ല. റൊക്കം ക്യാഷ് കൊടുത്തിട്ട് വാങ്ങാൻ പറ്റുമ്പോൾ വാങ്ങിക്കോളി സുഹൃത്തുക്കളെ. സമാധാനത്തോടെ ജീവിക്കുക. ഈ ശമ്പളക്കാരൊക്കെ ഉണ്ടല്ലോ, ഓരോ ശമ്പളം അവർക്ക് കിട്ടലില്ല. ഒരു ശമ്പളം അവർക്ക് കിട്ടലില്ല. ആർത്തിയും മോഹങ്ങളും വെച്ചെടുത്ത ലോണുകളിലേക്ക്, ബാങ്കുകളിലേക്ക്, ട്രഷറികളിൽ നിന്ന് ആ പണം ഒഴുകും. അവരെ കയ്യിൽ വട്ടച്ചെലവുള്ള പൈസ പോലും വന്നു ചേരില്ല. കിട്ടുന്ന ജീവിതം കൊണ്ട്, ഉള്ള ഭാര്യയെ കൊണ്ട്, ഉള്ള മക്കളെ കൊണ്ട്, ഉള്ള മുറ്റം കൊണ്ട്, ഉള്ള സിറ്റ് ഔട്ട് കൊണ്ട് തൃപ്തിപ്പെടാൻ പറ്റിയാൽ ടെൻഷനില്ല. ടെൻഷൻ നിറഞ്ഞ പ്രശ്നമേ നമുക്കുണ്ടാവുകയില്ല. അതുകൊണ്ട് സുഹൃത്തുക്കൾ, എന്തു വേണം? വെറുതെ മറ്റുള്ളവരോട് താരതമ്യം ചെയ്യേണ്ട. നമ്മളെ മുന്നിക്ക് തന്നെ നോക്കിയാൽ മതി. അയലോക്കത്തേക്ക് നോക്കണ്ട, മുമ്പക്ക് നോക്കണ്ട. നമ്മളെ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോഴേ റോട്ടിക്ക് നോക്കിയാൽ മതി. മുന്നത്തെ വണ്ടിമക്ക് നോക്കണ്ട, അതിന്റെ ഫാൻസി നമ്പർ നമുക്ക് നോക്കണ്ട, അതിന്റെ കമ്പനി നമുക്ക് നോക്കണ്ട. നമ്മുടെ പണത്തിൽ ഒതുങ്ങിയ വണ്ടിയിലും നമ്മുടെ പദത്തിൽ ഒതുങ്ങിയ കോഴ്സിലും. എന്താ? മോളെ പഠിപ്പിക്കാനാണ്. എത്രയും മാസം ഫീസ്? 25,000 റുപ്യ. അപ്പൊ എന്ത് കോഴ്സ് അത്? അപ്പൊ നിങ്ങൾക്ക് എന്താ? ഒരു വരുമാനമില്ല, പിരിവെടുത്തിട്ട് മകളെ പഠിപ്പിച്ചോട്ടെ സുഹൃത്തുക്കളെ. പാവപ്പെട്ടവർക്കും ഡിഗ്രി കിട്ടും, പാവപ്പെട്ടവർക്കും പഠിക്കാം. ഗവൺമെന്റ് കോളേജ് ഉണ്ട്, ചേരുമ്പോൾ ഒരു 3000 റുപ്യ എടുത്താൽ പിന്നെ അങ്ങനെ പഠിച്ചോളും സാമർത്ഥ്യം ഉണ്ടെങ്കിൽ. പക്ഷേ വേണ്ട, എൻട്രൻസ് എഴുതിയാൽ കിട്ടും. ഓൺലൈനിൽ ചെറിയ കോഴ്സുകൾ ഉണ്ട്, ചേർന്നാൽ മതി. ഇപ്പൊ 25,000 30,000 മാസം ഫീസ് കൊടുത്ത് പഠിക്കാൻ പറ്റുമല്ലോ, പഠിച്ചോട്ടെ. എല്ലാവരും പഠിച്ചോട്ടെ സുഹൃത്തുക്കളെ. ഇല്ലാത്തവൻ ആ ഫീസ് എങ്ങനെ ഈ മാസം ഒപ്പിക്കും എന്നോർത്ത് മനസ്സ് തളർന്ന്, ജീവിതം തളർന്ന്, കടം വാങ്ങി ലോൺ എടുത്ത് കഷ്ടപ്പെടണ്ട. അതുകൊണ്ട് നമ്മൾ എങ്ങോട്ട് നോക്കുക? നമ്മളിലേക്ക് നോക്കുക, സംതൃപ്തിയോടെ ജീവിക്കുക. അപ്പൊ എന്തേ ടെൻഷൻ വരാൻ കാരണം? നമ്മൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നോക്കി സുഹൃത്തുക്കളെ. അല്പം ദൂരത്തേക്ക് നോക്കിയതാണ് പ്രശ്നം. കുറച്ച് താഴത്തേക്ക് നോക്കിയാൽ സമാധാനത്തോടെ ജീവിക്കാമെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? അം യഹ്സുദൂനന്നാസ അലാമ ആതാഹുമുല്ലാഹു മിൻ ഫളി. അള്ളാഹ് ആർക്കെങ്കിലും ഔദാര്യം ചെയ്യുമേ, എന്തിനാ നിങ്ങൾ അസൂയപ്പെട്ട് ജീവിക്കണമെന്ന് പടച്ചോനാ ചോദിക്കണത്. അള്ളാഹ് കൊടുത്ത ഔദാര്യാണ് സുഹൃത്തുക്കളെ. അതും എന്തിനാ നോക്കിയിട്ട് നമ്മൾ അസൂയപ്പെട്ട് മനസ്സ് വേദനിച്ച് ജീവിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് മറ്റുള്ളവരത് കണ്ട് നമ്മൾ വിഷമിക്കാതിരിക്കുക, എന്നാൽ തന്നെ കുറെ സമാധാനം കിട്ടും. പിന്നെ മറ്റൊന്ന് സുഹൃത്തുക്കളെ, എന്താണെന്നറിയും, ഇതൊക്കെ അടിസ്ഥാന ഇതിൽ ഒന്നുണ്ടായാൽ മതി സമാധാനം കിട്ടാൻ. ഞാൻ ഈ പറഞ്ഞ 5 എണ്ണൊന്നും വേണ്ട, ഒന്നുണ്ടായത്ര നമ്മൾ ടെൻഷനൊക്കെ പോകും. അടുത്തത് എന്താ അറിയങ്ങൾ? നമ്മൾ ആലോചിക്കേണ്ട കാര്യം, സഹോദര, ജീവിതത്തിൽ പ്രതികൂലമോ അനുകൂലമായ ഒന്നും സംഭവിക്കുന്നില്ല മേലെന്ന് പെർമിഷൻ അല്ലാതെ. അള്ളാന്റെ പെർമിഷൻ അല്ലാതെ ഒന്നും നടക്കില്ല. കുട്ടി മരിച്ചെടുക്കുമ്പോൾ എന്തേപ്പോൾ ഇത് സംഭവിച്ചു, എന്തേപ്പോൾ ഇത് പറ്റി? ആ ചോദ്യത്തിന് ഒരു പ്രസക്തിയില്ല. നമ്മൾ നമ്മുടേതായുള്ള ഭാഗം ശ്രദ്ധിക്കണം. അതിന് എനിക്ക് അഭിപ്രായം. അതങ്ങനെ ഉണ്ട്. ഈ എന്ത് നടക്കണമെങ്കിൽ ഒരു കാരണം ഉണ്ടാവും.
ഈ റോട്ടിൽ എവിടെയെങ്കിലും സുഹൃത്തുക്കളെ ഒരു ആക്സിഡന്റ് നടന്നിട്ട് അതെന്താന്ന് മനസ്സിലാവണില്ല. അങ്ങനെ ഉണ്ട് ഒരു ആക്സിഡന്റ്? അങ്ങനെ ഒരു ആക്സിഡന്റ് ഇല്ല. ഇതിനൊരു കാരണമുണ്ട്. അത് അപ്പുറത്തെ വണ്ടിക്കാരനോ ഇപ്പുറത്തെ വണ്ടിക്കാരൻ്റെയോ ഒരു അശ്രദ്ധ ഉണ്ട്. മനസ്സിലേ? അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ശ്രദ്ധിച്ചിട്ട് വരുന്നതിന്റെ പിന്നിൽ നമ്മളൊന്നും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. അത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ചെറിയ ടെൻഷൻ ഉണ്ടാവും. കാരണം ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നല്ലോ, ഒന്ന് സൂക്ഷിക്കാമായിരുന്നല്ലോ എന്ന്. അത് മനഃപൂർവ്വമാണെങ്കിൽ ഇന്നലെ ഞാൻ ഒരാളെ കണ്ടു, എന്താ പറയുക, ഹെൽമെറ്റ് കയ്യുമ്മക്കൂടി കോർത്തിട്ടുക, ഈ കയ്യുമ്മ കോർത്തിട്ടുക ഹെൽമെറ്റ്, എന്നിട്ട് വണ്ടി ഓടിക്കുക. നമ്മുടെ തലയിൽ വെക്കുന്നേക്കാളും സൗകര്യ സുഹൃത്തുക്കളെ ഈ കയ്യുമിടുന്നത്. നമ്മുടെ തലയിൽ വെക്കണിനേക്കാളും സൗകര്യമാണോ ഈ കയ്യുമിടുന്നത്? ഞാൻ എൻ്റെ ഒപ്പള്ളാക്ക് കാണിച്ചു കൊടുത്തു വണ്ടി. ഈ കയ്യുമ്മ ഈ ഹെൽമെറ്റ് ഇട്ടിട്ട് ഈ ബൈക്ക് ഓടിക്കുന്നതിനേക്കാളും സൗകര്യം തലയിൽ വെക്കല്ലേ. തലക്ക് കണക്കാക്കി ഉണ്ടാക്കിയൊരു സാധനം ഇട്ട് അതിനെപ്പറ്റി പിന്നെ ഒന്നും ആലോചിക്കണ്ട. എവിടെയെങ്കിലും തട്ടി മറിഞ്ഞ് വീണാൽ തല രക്ഷപ്പെടൂലേ. ഞാൻ പറഞ്ഞു, സ്വന്തം നിലക്ക് വരുത്തി തീർക്കുന്ന ആൾക്കാരുണ്ട്. ഓരത് പോട്ടെ സുഹൃത്തുക്കളെ. നമ്മുടെ ശ്രദ്ധ മകളെ കല്യാണത്തിന് നമ്മൾ അത്രയും അന്വേഷിച്ചു, ഉറപ്പാക്കി, എല്ലാം നോക്കി. അവന്റെ കൂട്ടുകാരോട് ചോദിച്ചു, നാട്ടുകാരോട് ചോദിച്ചു, അവന്റെ ഫേസ്ബുക്ക് നോക്കി, അവന്റെ എല്ലാ സംഗതി നോക്കി. ഒരു കുഴപ്പമില്ല, നല്ല പയ്യൻ. പക്ഷെ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അങ്ങനെയല്ല. നമ്മളെന്താ കാട്ടുന്നു? അത് നമ്മുടെ നോട്ടക്കുറവല്ല സുഹൃത്തുക്കളെ, അത് നമുക്കൊരു വിധി എന്ന് പറയാം. നമ്മുടെ ശ്രദ്ധ പരമാവധി ശ്രദ്ധിച്ചിരിക്കണം. മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർദ് വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബ്. അല്ല പറയല്ലേ, ഇതെന്താ സംശയം? മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും. ഭൂമിയിലാകട്ടെ നിങ്ങളുടെ ശരീരത്തിലാകട്ടെ ഒരു വിപത്തുക്കളും വന്നു ഭവിക്കുന്നില്ല, ഒരു ബുദ്ധിമുട്ടുകളും വന്ന് ബാധിക്കുന്നില്ല. ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹ. അതിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അതെല്ലാം ഒരു റിക്കാർഡിൽ രേഖപ്പെടുത്തിയിട്ടല്ലാതെ എല്ലാം പടച്ചോൻ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അതൊക്കെ അങ്ങനെ സമയത്ത് നടക്കുകയാണ് സുഹൃത്തുക്കളെ. അതൊക്കെ നടക്കും. മരണം നടക്കും, ജനനം നടക്കും, നഷ്ടങ്ങളും ലാഭങ്ങളും എല്ലാം നടക്കും. പുതിയ കച്ചവടം തുടങ്ങും, മുഴുവൻ കച്ചവടങ്ങൾ പൂട്ടും. അതൊക്കെ എന്ത് ചെയ്യുന്നറിയോ? ആ റിക്കാർഡ് പ്രകാരം അങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇന്നദാലിക അലല്ലാഹി യസീർ. ചിന്തിച്ചിടങ്ങാറാകണ്ട. അതൊക്കെ എങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അതൊക്കെ അള്ളാഹ്ക്ക് എളുപ്പമുള്ള കാര്യമാണ്. എന്തിനെ പറഞ്ഞെന്നു സുഹൃത്തുക്കളെ? എന്തിനെ പറഞ്ഞെന്നു? നല്ല ഒരു സന്തോഷം, ലക്ഷങ്ങളും കോടികളും വരുന്നൊരു കച്ചവടം, അങ്ങാടിയിൽ ഇങ്ങനെ ക്ലച്ച് പിടിച്ച് പൈസ ഇങ്ങനെ ഗൂഗിൾ പേക്ക് കയറാൻ തുടങ്ങുമ്പോൾ ഒക്കെ കഴിച്ചിലായി എന്ന് വിചാരിക്കണ്ട. ആ സന്തോഷങ്ങൾ നിത്യമല്ല. നാളെ ഒരുപക്ഷെ ഇതിലിരട്ടി സംഖ്യ കടക്കാരനായി നീ തിരിച്ചു വരാം എന്ന കാര്യം മറക്കരുത്. കാരണം റിക്കാർഡ് നമുക്ക് അറിയില്ലല്ലോ. ഒരു കൊല്ലത്തിന് ശേഷം ഈ കച്ചവടത്തിന് എന്തു സംഭവിക്കുമെന്നറിയോ? അപ്പൊ വല്ലാതെ സന്തോഷിക്കണ്ട. ഈ കച്ചവടം തുടങ്ങിയത് ജീവിതം മുഴുവനും ബ്ലോക്കാകാനാണോ എന്നറിയോ? അതുകൊണ്ട് വല്ലാതെ സന്തോഷിക്കേണ്ട. ഇനി സുഹൃത്തുക്കളെ, ഒരു വിഷമം വന്നാലോ ഒരു ബുദ്ധിമുട്ട് വന്നാലോ വല്ലാതെ ദുഃഖിക്കേണ്ട. അള്ളാഹു ഒന്ന് തിരിച്ചു പോകാൻ വേണ്ടിയിരിക്കണം. ഗൾഫിൽ നിന്ന് ചില ആൾക്കാർ വിളിക്കും, ജോലി നഷ്ടപ്പെട്ടു, എന്ത് ചെയ്യുന്നു ചോദിച്ചു. ജോലി നഷ്ടപ്പെട്ടാലേ അവിടുന്ന് പോരുള്ളൂ, അല്ലെങ്കിൽ പോരൂല. അവൻ നാട്ടിൽ കുറച്ചാലും ജീവിച്ചോട്ടെ എന്നാണ് അള്ളാഹ് വിചാരിക്കണത്. അസുഖവും കിഡ്നിയും ആർട്ടും ഒക്കെ പോയിട്ട് അവിടുന്ന് പോരണോ? അവിടേക്ക് ചികിത്സക്ക് പണമില്ലാത്തപ്പോൾ വിമാനത്തിൽ സുഹൃത്തുക്കൾ പടം കേറ്റിങ്ങാട്ട് ഒരു മെഡിക്കൽ കോളേജൊക്കെ വിടുവോളം അവിടെ നിൽക്കണോ സുഹൃത്തുക്കളെ? ജീവിതത്തിൽ ഒരു നല്ല സമയത്ത് പോരാൻ അള്ളാഹ് തീരുമാനിച്ചു. അവിടെ നല്ല ആരോഗ്യം യുവത്വം ഉണ്ടാകുമ്പോൾ കണക്കിന് റിയാലുകൾ വാങ്ങുന്ന സമയത്ത് എന്ത് ചെയ്തു? ഇനിയിപ്പോൾ ഇവിടുത്തെ നാട്ടുകാർ വേണ്ട, ഇനി ഇവിടുത്തെ നാട്ടുകാർ മതി, ഈ കമ്പനിയിൽ ഇനി എന്ത് വേണ്ട, വിദേശികൾ വേണ്ട എന്ന് തീരുമാനിച്ചു. വിസ മാറാൻ പറ്റണില്ല, വേറെ സ്ഥലത്ത് അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റണില്ല, നേരെ നാട്ടിൽ കയറി. ഒരു വീടും കുട്ടികളും കാറും ഒക്കെ ഉണ്ട്. ഇനി ഇവിടെ എന്തെങ്കിലുമൊക്കെ വല്ല കച്ചവടം ചെയ്ത് ജീവിച്ചോന്നാ അതാണ് തീരുമാനം. നമുക്ക് പ്രതികൂലല്ലോ, നമുക്ക് അനുകൂലല്ലേ. അതുകൊണ്ട് എന്തിനാണ് ദുഃഖിക്കുന്നത്? നോക്കൂ, മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർള് വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹ ഇന്ന ദാലിക അലല്ലാഹി യസീർ ലികൈലാ തസൗ അലാ മാ ഫാതകും. നഷ്ടപ്പെട്ടതിൽ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ വേണ്ടി വലാ തഫ്റഹൂ ബിമാ ആതാകും. അല്ലാഹു നിങ്ങൾക്ക് തന്നതിൽ നിങ്ങൾ അമിതമായി സന്തോഷിക്കാതിരിക്കാനും. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. എന്താ അല്ലാഹുവിന്റെ പ്രയോഗം? കുറച്ച് കിട്ടിയാൽ അതിന്റെ ഒരു കിബറോന്റെ ഇത് കാണൂലേ സുഹൃത്തുക്കളെ? കാണൂലേ? 1.25 കോടിന്റെ വണ്ടിന്റെ ഡോറ് തുറക്കണതും 2 ലക്ഷത്തിന്റെ ഡോറ് തുറക്കണതും ഒരേ കിബറിലല്ലല്ലോ. ആ വ്യത്യാസം കാണൂലേ? നടത്തത്തിൽ കാണൂലേ സുഹൃത്തുക്കളെ? ഇരുത്തത്തിൽ കാണൂലേ? നോട്ടത്തിൽ കാണൂലേ? ഉണ്ടാകും. അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും വരുമ്പോൾ അമിതമായി സന്തോഷിക്കണ്ട, കിബിറ് കാട്ടണ്ട. അതൊക്കെ ഇറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. കിതാബിൽ എന്താണെന്ന് അറിയില്ലല്ലോ. കിതാബിൽ അത് ആലോചിച്ചാൽ മതി സുഹൃത്തുക്കളെ. വിധികൾ നടപ്പിലാക്കപ്പെടും, തീരുമാനങ്ങൾ നടപ്പിലാക്കപ്പെടും.
എല്ലാ വിധികളും അതിൻ്റെ പ്രത്യാഘാതങ്ങൾക്കും പരിഹാരങ്ങളും അള്ളാൻ്റെ അടുത്ത് ഉണ്ടാവും. അതും വിധിൻ്റെ പുസ്തകത്തിൽ ഉണ്ടാവും. നമുക്കറിയില്ല. മകൾ ഡൈവേഴ്സായിട്ട് ഗൾഫിൽ ചെല്ലുമ്പോഴൊക്കെ അയാൾ കരഞ്ഞു പറയും. പിന്നെ ഒരിക്കൽ ചെന്നപ്പോൾ അയാൾ പറഞ്ഞു, മൗലവി ഞാൻ വലിയ സന്തോഷത്തിലാണ്, മോൾ അന്നൊരു ഡൈവേഴ്സ് ആയതുകൊണ്ട് ഇന്നോളെന്താ സുഖം തരും. അവൻ്റെ കൂടെ ഏറ്റവും ജീവിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് സമാധാനത്തോടെ മരിക്കാൻ പറ്റൂല. ഇപ്പം എന്താ സമാധാനം? എന്നിട്ട് അവനെ വിളിക്കണു, അവനെ പരിചയപ്പെടുത്തുന്നു. എത്ര കാലം ആ വിവാഹമോചനത്തിൽ ദുഃഖിച്ച് അയാൾ ജീവിച്ചു. വിധിയുടെ പുസ്തകത്തിൽ എന്തെന്ന് അറിയില്ല, അതുകൊണ്ടാണ് വിഷമം. വിധിയുടെ പുസ്തകത്തിൽ സുഹൃത്തുക്കളെ എന്തുണ്ടെന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കൂ. അള്ളാഹു അങ്ങേയറ്റം കനിവുള്ളവനാണ്, റഹ്മാനാണ്. അള്ളാഹ് നമുക്ക് പ്രതികൂലങ്ങൾ ഉണ്ടാക്കൂല, അനുകൂലങ്ങൾ ഉണ്ടാക്കും. അവന്റെ കോപത്തെ അതിജീവിക്കാൻ അവന്റെ അനുഗ്രഹങ്ങൾക്ക് പറ്റും. ആദ്യം പറഞ്ഞു, ഞാൻ പുറത്തു കൊടുക്കും, ഞാൻ കരുണാനിധിയാണെന്ന് അറിയിക്കും, പക്ഷേ എൻ്റെ ശിക്ഷ കഠിനമാണെന്നും പറയാൻ വിട്ടുപോകണ്ടെന്നാണ്. ശിക്ഷ കഠിനമാണെന്ന് ഓർക്കണം. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നമുക്ക് എപ്പോഴും ഓർമ്മ വേണം. സുഹൃത്തുക്കളെ, വീണ്ടും പ്രശ്നങ്ങളുണ്ട്. മൂന്നാലിനെ ഞാൻ പറഞ്ഞില്ലേ, അന്ധവിശ്വാസം. ടെൻഷന്റെ വലിയൊരു കാരണമാണ് അന്ധവിശ്വാസം. ആൾക്കാർ വിളിച്ചൊക്കെ ചോദിക്കണത് അത് തന്നെയാണ്. എന്താ അന്ധവിശ്വാസം? ഓരോന്നിങ്ങനെ മനസ്സ് തോന്നുക. അത് മനുഷ്യന്റെ ഒരു പ്രശ്നമാണ്. എന്തായാലും ഞമ്മക്കൊന്നും വരൂലെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും അവിടുന്ന് ഒരു അപകടം, ഉമ്മാക്ക് സുഖമില്ലാഞ്ഞിട്ട് ICUലാണെന്ന്, അപ്പോഴൊക്കെ തന്നെ എന്താണ് വെച്ചാൽ അപ്പുറത്തൊരാൾക്ക് എന്ത് ചെയ്തു, നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ മരിച്ചു, അപ്പുറത്തൊരു സംഗതി കല്യാണം മുടങ്ങി, ഒരു 5-6 വാർത്ത ഒന്നായിട്ട് വാട്സപ്പിൽ വന്നാൽ എന്താ പടച്ചോനെ എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾ ആ സന്ദർഭത്തിൽ എന്ത് ചെയ്യും, ആലോചിക്കും. അപ്പൊ വേഗം ഏതെങ്കിലും ആൾക്കാർ വീട്ടിൽ വന്നിട്ട് പറയും, അങ്ങൾ എവിടെ ഒന്ന് പോയി അന്വേഷിച്ചളി, ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടാവും. അതൊന്ന് ചോദിച്ചറിയണത് നല്ലതാണ്. അല്ലെങ്കിൽ ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ഇനി ഒരു 4-5 പോണിന്റെ മുന്നേ എന്തെങ്കിലും പരിഹാരക്രിയകൾ ഉണ്ടോ? സുഹൃത്തുക്കൾ, ഇത് ആര് ചോദിക്കണതാ? ഇത് മാപ്പിളാര് മാത്രം ചോദിക്കുന്ന ചോദ്യമല്ല, ഇത് ഇവിടുത്തെ എല്ലാ ജാതിക്കാരും ചോദിക്കുന്ന ചോദ്യമാണ്. അതെന്താ? ഇത് വെറും മുസ്ലിങ്ങൾ മാത്രം ചോദിക്കുന്ന ചോദ്യമല്ല, ഇതെല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഒരു പ്രസക്തിയില്ല സുഹൃത്തുക്കൾ, ഒരു പ്രസക്തിയില്ല. അങ്ങനത്തെ വല്ല ചോദ്യം വരുമ്പോഴേ നമ്മളെ മനസ്സിക്ക് വരേണ്ട ആയത്ത് ഏതാണ് നിങ്ങൾ? സൂറത്ത് അൻആം 17. എന്താ ആയത്ത്? ഫലാ കാശിഫ ലഹു ഇല്ലാഹു വഇൻ യംസസ്ക ബിഖൈർ ഫഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ വഇൻ യംസസ്ക അല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാഹു. നിനക്ക് വല്ല ബുദ്ധിമുട്ടും അല്ലാഹു വരുത്തിയാൽ അതിനെ നീക്കിത്തരാൻ അവന് മാത്രമേ പറ്റൂ. അതെന്തൊരു വലിയ ആശയാന്നറിയ സുഹൃത്തുക്കളെ. അല്ലാഹു നൽകാത്ത ഒരു കുഞ്ഞിനെ വാങ്ങിത്തരാൻ പറ്റിയ ഒരു വലിയ ഏതാണ് ലോകത്ത്? അത് അള്ളാഹിനേക്കാളും വലിയാക്കല്ലേ പറ്റുള്ളൂ സുഹൃത്തുക്കളെ. അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? എന്താ വിശ്വാസം? ഒരു ഈമാൻ ഒരാൾക്ക് അങ്ങനെ ഒരു തോന്നൽ മനസ്സിൽ വരും. പടച്ചോൻ തരാത്ത ഒന്ന് വാങ്ങിത്തരാൻ കഴിയുന്ന ഒരാൾ, പിന്നെ എന്താ നമ്മുടെ വിശ്വാസത്തിന്റെ കാര്യം? അങ്ങനെ ഒന്നില്ല. അള്ള തന്നൊരു ഇടങ്ങേറ് നീക്കിത്തരാൻ ലോകത്ത് ആർക്കാ പറ്റുക? ആർക്കും പറ്റൂല. നിനക്കൊരു ഖൈർ അവൻ ബാധിച്ചാൽ, ഒരു ഗുണത്തെ അവൻ തന്നാൽ, ഫഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാറ്റിനും കഴിയുന്നവനാകുന്നു. വഇൻ യംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാഹു വഇൻ യുരിദുക ബിഖൈരിൻ ഫലാ റാദ്ദ ലിഫദ്ലി യുസീബു ബിഹി മൻ യശാഉ മിൻ ഇബാദി. നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അത് അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അള്ളാഹ് ബാധിപ്പിക്കും. അത്രേ ഉള്ളൂ സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഒരു അന്ധവിശ്വാസത്തിലും പെടണ്ട. അടുക്കള മാറി, ബാത്റൂം മാറി, അല്ലെങ്കിൽ അത് അങ്ങോട്ടായി ഇങ്ങോട്ടായി, ഞമ്മക്കൊക്കെ സംശയം. നമ്മളതൊക്കെ എന്ത് തൗഹീദാ സുഹൃത്തുക്കൾ? 2 ആൾ വന്ന് പറഞ്ഞാൽ എന്തേലും ഉണ്ടോ? ഞാൻ ആ വിശ്വാസക്കാരനൊന്നല്ല, എന്നാലും എന്തേലും ഉണ്ടോ? ആൾക്കാർ ഫോൺ ചെയ്ത് ചോദിക്കുന്ന ചോദ്യമാണ്, എന്തേലും ഉണ്ടോ? സംശയം തീരാത്തൊരു സമയപ്പോഴാണ് ഹൗസ് വാമിന്റെ സമയത്ത് കുടിയിരിക്കുമ്പോൾ. ഒന്നുമില്ലേ? നിങ്ങളിപ്പോൾ എവിടെ വാടക ആ സാധനമൊക്കെ എടുത്തിട്ട് വീട് പൂർത്തിയാക്കി നിങ്ങൾ അയക്കാൻ കയറിക്കോളി. എപ്പോഴായാലും പ്രശ്നമില്ല. നിങ്ങൾക്ക് ലോറി കിട്ടണത് എപ്പോഴാണ്? അപ്പോൾ ലോഡിങ്ങിനെ കിട്ടണത് എപ്പോഴാണ്? അപ്പണ് മാറിക്കോളി. എന്നാലും രാവിലെ ആകണമെന്നുണ്ടോ? വെള്ളിയാഴ്ച ആകണമെന്നുണ്ടോ? ചൊവ്വാഴ്ച പറ്റൂല എന്നുണ്ടോ? ഇതൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഓർക്കൊക്കെ എന്ത് സമാധാനം കിട്ടുക? ഓർക്കൊക്കെ എന്ത് സമാധാനം കിട്ടുക? ഒരു സമാധാനം കിട്ടൂല. പിന്നെ കുറെ ആൾക്കാർക്ക് ശൈത്താനാണോ? ശൈത്താനാണെങ്കിൽ എന്താ സുഹൃത്തുക്കളെ പരിഹാരം? ശൈത്താനാണെങ്കിൽ ഇസ്തിആദത്ത്, അള്ളാഹിനോട് കാവൽ വയ്ക്കുക. വേറെന്ത് പരിഹാരം? അള്ളാഹുവിൻ്റെ നാമങ്ങളും അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളും അള്ളാഹുവിൻ്റെ ഖുർആനും അള്ളാഹുവിൽ അഭയം പ്രാപിക്കുകയല്ലാതെ വേറെന്തെങ്കിലും മാർഗമുണ്ടോ അതിന്? വേറെ ആരെങ്കിലും ഉണ്ടോ സുഹൃത്തുക്കളെ അതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റിയ ആൾക്കാർ? അതിന് പരിഹാരം ഉണ്ടാക്കലോടാണ് പിശാച് സേവകന്മാരെ. ഓരാണ് കടുത്ത ഷിർക്കിൻ്റെ ഹോൾസെയിൽ ഡീലേഴ്സ്. ഓരാണ് ആൾക്കാരെ കൊണ്ട് ഈ ഷിർക്കൊക്കെ ചെയ്യിപ്പിക്കുന്നത്. മാട്ടുമാരണങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യുന്ന ക്രിയകളൊക്കെ എന്താ? പിശാചിനെ സംപ്രീതനാക്കാനുള്ള പൂജകളാണ്.
പൊട്ടന്മാരായ സിഹിറിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ചില പൊട്ടന്മാരായിട്ടുള്ള ആൾക്കാർ ചോദിക്കലുണ്ട്, കോഴിമുട്ട കിണറ്റിലിട്ടാൽ എന്തേലും പറ്റുമോ? കോഴിമുട്ട കിണറ്റിലിട്ടിട്ടല്ല പറ്റുന്നത്. കോഴിമുട്ട പിശാചിന് വേണ്ടിയുള്ള പൂജാ സേവക വസ്തുക്കളാണ്. അതിന് പിശാചിനെ സംപ്രീതനാക്കി പിശാചിനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ഓരോ ദുൽമ സുഹൃത്തുക്കളെ ആ സംഭവിക്കണത്. ഇനി നമ്മളെന്തിനാ ബേജാറായി കഴിയണത്? നമ്മളെന്തിനാ ബേജാറായിക്കണം? അൽബക്കറ ഓതുന്ന വീട്ടിൽ പിശാച് ഓടുന്ന വരണം. നമുക്ക് ഈമാൻ വേണം, വിശ്വാസം വേണം. നടന്നിങ്ങനെ പോകുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അഊദു ബികലിമാത്തില്ലാഹി താമാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെ പാമ്പിന് മനസ്സിലാകുക, അതെങ്ങനെ തേളിന് മനസ്സിലാകുക എന്ന് ചിന്തിക്കുന്ന യുക്തിവാദികൾക്ക് എന്ത് സമാധാനം കിട്ടുക? ഇത് അല്ലാഹുമ്മ ഇന്നി അഊദു ബികലിമാത്തില്ലാഹി താമാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന് പറഞ്ഞാൽ അവനെ എന്ത് ചെയ്യൂല? തേള് കടിക്കൂല, പാമ്പ് കടിക്കൂല. വിഷം ഏറ്റു വന്നവനോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഉപദേശമാണത്. അപ്പൊ എങ്ങനെ ഇപ്പൊ അത് തേളിനറിയാം, എങ്ങനെ പാമ്പിനറിയാം? നമ്മളിത് ചെല്ലിക്കണോ ചെല്ലിയില്ലെന്ന് ഇതൊക്കെ ചോദിക്കണ യുക്തിവാദികളോട് എന്ത് മറുപടി പറയാം? അവർക്കൊക്കെ എന്ത് സമാധാനം കിട്ടും? നമുക്കൊരു പ്രശ്നമല്ല സുഹൃത്തുക്കളെ. രാത്രി ഇങ്ങനെ കിടക്കാൻ സമയത്ത് അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി, ആ വലിയ പാപമോചനത്തിന്റെ സുഹൃത്ത് അത് ചെല്ലിയിട്ട് ഒരാൾ മരിച്ചാൽ ഓൻ സ്വർഗത്തിലാണ്. നമുക്ക് എന്താ പേടി? രാവിലെ ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹിൽ ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാ എന്ന് ചെല്ലിയാൽ അന്നൊരു ഉപദ്രവം വരൂല, സമാധാനാണ്. നമുക്ക് അങ്ങനത്തെ ഒരു ബേജാറുമില്ല. നമുക്ക് യാത്രയെക്കുറിച്ച് ബേജാറില്ല. എന്ന് പോകാൻ പറ്റുമോ? പോകാൻ പറ്റും. പ്രാർത്ഥനയും ചെല്ലേണ്ട, യാത്ര ചെല്ലേണ്ട, പ്രാർത്ഥനയൊക്കെ ചെല്ലണം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ സുഹൃത്തുക്കളെ, ജീവിതത്തിൽ അന്ധവിശ്വാസങ്ങൾ ടെൻഷന്റെ ഏറ്റവും വലിയ കാരണമാണ്. അതുകൊണ്ടാണ് ഈ ഉസ്താദന്മാരും മൗലവിമാരും ചികിത്സകന്മാരൊക്കെ ജീവിക്കുന്ന അന്തരങ്ങൾ ഇങ്ങനെ ചില ധാരണകളും അന്ധവിശ്വാസങ്ങളും ജനങ്ങൾക്കുള്ളത് കൊണ്ടാണ്. ആ ടെൻഷൻ മാറാൻ ഓലെടുത്ത് പോകലേ അവർക്ക് പരിഹാരമുള്ളൂ. മനസ്സിലായി? എന്നാ മാറുമോ? ഓലുള്ള ടെൻഷൻ ഓലെന്താ ചെന്നാ പറഞ്ഞു കൊടുക്കുക, എന്തു നിങ്ങൾക്ക് പ്രശ്നം ഉണ്ട് എന്നാ പറയല്ല, എന്നല്ല പറയാ. ഓല് പറഞ്ഞു കൊടുക്കുക ടെൻഷൻ മാറാൻ ഇതൊന്നും ഇല്ല നിങ്ങൾക്ക് എന്നാ പറഞ്ഞു കൊടുക്കുക, ഉണ്ട്, അത് നിങ്ങളെയും കൊണ്ടേ പോവുള്ളൂ എന്നാണ്. ഒക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് അവസാനം പറയില്ല, ഒരു ചെറിയ പരിഹാരം ഉണ്ട്, ഒരു 40,000 റുപ്യ ഇവിടെ തരിക, സ്വർണത്തിന്റെ ഒരു ഏലസ് ഉണ്ട്, അത് കൊണ്ടുപോയിട്ട് കിട്ടുക, അല്ലെങ്കിൽ കിണറ്റ് കൊണ്ടുപോയിട്ട് അത് കുഴിച്ചിടുക, ഈ ഏലസ് ഒന്ന് നിങ്ങൾ ആ തലക്കിന്റെ ഉള്ളിൽ വെക്കുക, കഴിഞ്ഞ്. ആദ്യം എന്താ പറയാ നിങ്ങള്? ഇതിപ്പോ എന്താ ഇതിങ്ങനെ ഇത് മരണത്തിന്റെ ബാധയാണ്. എന്തായിരുന്നാലും ഒരു 2-3 ആൾക്കാർ നിങ്ങളെ കുടുംബത്തിൽ നിന്ന് പോകാതെ ഇത് നിങ്ങൾക്ക് വിട്ടൊഴിഞ്ഞു പോകില്ല എന്നാ പറഞ്ഞു. വലിയ സമാധാനം കൊടുക്കുക, അല്ല സമാധാനം കളയാ ചെയ്യുക. ഒരുക്കും എത്ര സാധുക്കള് ലക്ഷങ്ങളുടെ വീടുകൾ കുറഞ്ഞ വിലക്ക് വിറ്റ് ഒഴിഞ്ഞു പോയിട്ടുണ്ട്. അന്ധവിശ്വാസം ഇവിടെ താമസിക്കാൻ സമാധാനമില്ല. ഒരു വിശ്വാസിക്ക് എന്ത് സുഖ സുഹൃത്തുക്കളെ. ഖൈറുൻ ശർറു അള്ളാന്റെ പക്കൽ നിന്ന് അല്ലാഹുമ്മ ലാ മാനി അലിമാ അഅതൈത് വലാ മുഅതി അലിമാ മനഅത് വലാ റാദ ലിമാ ഖളൈത്. അല്ലാഹുവേ, നീ തന്നത് തടുക്കാൻ ഒരാളുമില്ല, നീ തരാത്തത് വാങ്ങിത്തരാൻ ഒരാളുമില്ല. സമാധാനത്തോടെ. പിന്നെ കാർമൊക്കൊന്ന് ശരിക്കും നോക്കാൻ നിങ്ങൾ ഒരു കറുത്ത ചൂടി ഇങ്ങനെ തൂങ്ങിക്കുണ്ടാവും. മനസ്സിലായി? 1 കോടി കാറിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ ചൂടിപ്പടം. ഔമ്മേണ കാറ് പോകണമെന്നാണ് ആ സാധു വിശ്വസിക്കുന്നത്. ആ വിശ്വാസത്തിന്റെ ഒക്കെ ഒരു ബലം എത്രയായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കും. നിങ്ങൾ ഇങ്ങനെ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്തുമ്മ തവക്കുലാക്കണം? ഒന്നുമേ തവക്കുലാക്കണ്ട. കയറും വേണ്ട, ചരടും വേണ്ട, നൂലും വേണ്ട. തവക്കൽതു അലല്ലാഹ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അള്ളാഹുവിൽ വരവേൽപ്പിക്കുന്ന ഒരു വിശ്വാസിക്ക് വീട്ടിൽ നിന്നുണ്ട് ഇറങ്ങുമ്പോൾ അതാണ് ചൊല്ലിയാൽ പിന്നെന്താ പേടിക്കാനുള്ളത്? ഒന്നും പേടിക്കാനുള്ള സുഹൃത്തുക്കളെ. അതുകൊണ്ട് അന്ധവിശ്വാസങ്ങളാണ്. വേറൊന്നുണ്ട്, ഞമ്മക്കൊക്കെ ടെൻഷൻ ഉണ്ടാക്കിയ വേറൊരു കാര്യമുണ്ട്, അത് പാപങ്ങളാണ്. സൗകര്യം കിട്ടിയപ്പോഴേ ആരും കാണൂല വിചാരിച്ച് ചെയ്ത മാരകമായ തെറ്റുകളുണ്ട്. നമ്മളാരാണ്? വെള്ളിയാഴ്ച പള്ളിക്ക് പോണ ആള്, ജമാഅത്ത് നിസ്കരിക്കുന്ന ആള്, ഖുർആൻ ഓതുന്ന ആള്, എല്ലാം നല്ല. ഒരിക്കലും ഒരു നിസ്കാരവും നോമ്പും സക്കാത്തും ദീനും ഇല്ലാത്തവനിൽ സംഭവിക്കേണ്ട തെറ്റ് നമ്മളിൽ സംഭവിച്ചാൽ മനസമാധാനത്തോടെ ഉറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പാപങ്ങൾ ഉണ്ടാക്കുന്ന ടെൻഷൻ ചെറുതല്ല, ഭയങ്കര ടെൻഷനാണ്. എപ്പോഴും നമ്മൾ ആലോചിക്കണം. ഈ ഗൾഫിൽ നിന്നൊക്കെ വരുന്ന പല ആൾക്കാരും വിളിക്കലുണ്ട്. അവരവിടെ ജോലി ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില തരികിടകളൊക്കെ ചെയ്യും. എല്ലാവരും എല്ലാം പറഞ്ഞത്, ചിലപ്പോൾ ഓണറത്തിൽ നിന്ന് ചിലപ്പോൾ 2 റിയാൽ വലിച്ചിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ ഒരു കമ്പനി മാറ്റി സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ എക്സ്പയറി ആയ സാധനത്തിന് വേറെ സീലടിച്ചിട്ടുണ്ടായിരിക്കും, ചെറിയ പരിപാടികളൊക്കെ ഒപ്പിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണ്. അതൊക്കെ പിന്നെ നാട്ടിൽ വരുമ്പോൾ പടച്ചോനെ ആ പൈസയൊക്കെ പാടെ തിന്ന്, അതല്ല ഇപ്പോൾ ഈ വീടുമേ, അതല്ല ഈ പറമ്പുമേ, അതല്ല ഈ കാറുമേ എന്ന് ആലോചിക്കുമ്പോൾ സമാധാനം കിട്ടൂല, സമാധാനം പോവും. ഒരു വിശ്വാസിക്ക് ഏറ്റവും അധികം ആശങ്ക ഉണ്ടാക്കണം. എത്ര ഈമാൻ കൂടുന്നുണ്ടോ അത്ര നമ്മുടെ ആശങ്ക വർദ്ധിച്ചു പോകും. അതുകൊണ്ടാണ് അള്ളാഹു സമാധാനപ്പെടുത്തിയത്. ഒരു തെറ്റ്, നരകത്തിൽ പോകുന്ന ഒരു തെറ്റൊരാളാണ് ചെയ്തു. നരകത്തിൽ പോകുന്ന ഉറപ്പുള്ളൊരു തെറ്റൊരാൾ തന്നെ സംഭവിച്ചു. നിങ്ങൾ അയച്ചൊക്കെ നിങ്ങൾ പടച്ചോൻ പൊറുക്കൂലെന്നുണ്ട് അവനാണ് വിചാരിക്കാൻ, ഇതെനിക്ക് പുറത്ത് കിട്ടൂല എന്നാണ് വിചാരിച്ചാൽ എന്തിനാണ് അവസ്ഥ? നരകം കണ്ടിങ്ങനെ ജീവിക്കും അല്ലെ? നരകം കണ്ടിങ്ങനെ എന്ത് സമാധാനം കിട്ടും? ഇത് നരകത്തിൽ പോകുമെന്ന് ഉറപ്പുള്ളൊരു തെറ്റാണ് ചെയ്തത്. വല്ലദീന ലാ യദഊന മഅല്ലാഹി ഇലാഹൻ ആഖിർ വലാ യഖ്തുലൂന അൻ-നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ വമൻ യഫ്അൽ ദാലിക യൽക അസാമ. വ്യഭിചാരം, കൊലപാതകം,
ഷിർക്ക്. ഒരു പയ്യൻ്റെ ഒരു ചെറുപ്പക്കാരൻ ചെറിയ കുട്ടിയാകുമ്പോൾ എന്ത് ചോദിച്ചാൽ അവൻ്റെ ഉമ്മ ഏതോ ഒരു തങ്ങളെടുത്ത് ഓനെ കൊണ്ടുപോയി, എന്നിട്ടൊക്കെ നൂല് ഒക്കെ ഊതി കെട്ടി കയ്യുമ്പോൾ കൊടുത്തു. മനസ്സിലായി? അന്ന് ഓൻ അതിൽ വിശ്വാസമൊന്നുമില്ല. പക്ഷെ ഓൻ എന്താ വെച്ചാൽ വീട്ടുകാർക്ക് വേണ്ടി അവൻ നിന്നു കൊടുത്തു. ചെറിയൊരു അറിവോട് കൂടെ തന്നെയാണ് അവൻ സംഭവിച്ചത്. തൗഹീദൊക്കെ മനസ്സിലാക്കിയും കൊണ്ട് ഇപ്പോൾ ടെൻഷനായി നടക്കുകയാണ്. ഇടക്കിടക്ക് വിളിക്കുന്നേ ടെൻഷനായി നടക്കുകയാണ്. എന്തേ? ഷിർക്കല്ലേ, നരകത്തിൽ പോണതല്ലേ, അമലൊക്കെ പോവില്ലേ, പുറത്ത് കിട്ടുമോ, പരിഹരിക്കോ ചോദിച്ചിങ്ങനെ ജീവിക്കാൻ അസ്വസ്ഥനാണ്, സ്ട്രെസ്സാണ്, മാനസികമായ പിരിമുറുക്കങ്ങളാണ്. എങ്ങനെയാണ് തൗബ, എങ്ങനെ തൗബ ചെയ്യുക, ഇങ്ങനെ ചെയ്താൽ ശരിയാവൂ, എൻ്റെ പുറത്ത് കിട്ടും. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത് ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിൻ റഹ്മത്തില്ലാ ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഗഫൂറും റഹീമും ചേർത്താ പറയാം, പൊറുക്കുന്നവനും കരുണാനിധിയും. സുഹൃത്തുക്കളെ, അള്ളാഹ് തരുന്ന ഏറ്റവും വലിയ കാരുണ്യം പാപമോചനമാണ്. അള്ളാഹു എങ്ങാനും നമുക്ക് പുറത്തുനിന്നില്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും സ്വർഗം കാണുമോ സുഹൃത്തുക്കളെ? അള്ളാഹു നമുക്ക് എല്ലാവർക്കും പുറത്ത് തരട്ടെ. അള്ളാഹുവിൻ്റെ പാപമോചനമാണ് ഏറ്റവും വലുത്. സ്വർഗത്തിൽ പോണത് പാപമോചനം കൊണ്ടാണ്. അള്ളാഹു പാപമോചനം തന്നിട്ടാണ് നമ്മൾ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് ഒരു വിശ്വാസി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താണ്? അല്ലദീന യഖൂലൂന റബ്ബനാ ഇന്നനാ ആമന്നാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വഖിനാ അദാബന്നാർ. പുറത്തുണ്ട പടച്ചോനെ, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പടച്ചോനെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഒരു വിശ്വാസി. അതുകൊണ്ട് സുഹൃത്തുക്കളെ, തെറ്റുകൾ എത്ര കുറച്ച് ചെയ്തോ അത്ര സമാധാനം. ഇന്ന് തെറ്റ് കുറഞ്ഞ ദിവസമാണോ? ഇന്നലത്തേക്കാൾ ഒന്ന് സമാധാനം ഉണ്ടാവും. നാളെ കുറച്ചും കൂടി കുറച്ച് നോക്കി, കണ്ണുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച്, ദിക്റൊക്കെ ഒന്ന് ചെല്ലി, നാവൊക്കെ ഒന്ന് നിയന്ത്രിച്ച് നാളത്തെ ദിവസം ജീവിച്ചു നോക്കി, നാളെ ഇതിൻ്റെ 10 ഇരട്ടി സന്തോഷം ഉണ്ടാവും. പണ്ഡിതന്മാർ പറഞ്ഞത് ഹൃദയത്തിൽ സൂര്യൻ കത്തുമെന്നാണ്. സൂര്യൻ പോലെ കത്തുമത്രേ ഈമാൻ. ഇങ്ങനെ തെളിഞ്ഞു നിൽക്കും, ഭയങ്കര സന്തോഷം. ഓരോ തിന്മ വരുമ്പോഴും കാർമേഘം സൂര്യനെ കവചിതമാകുന്ന പോലെ ഇങ്ങനെ മൂടി 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 വരുന്നത്, പിന്നെ ആകെ മൂഡ് ഓഫ് ആവും. അതാണത്രേ കല്ലാബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. ഹൃദയത്തിൽ കറവീടും എന്ന് പറഞ്ഞു കൊടുത്ത് ഇമാം നാസിർ ഉസ്താദി റഹ്മുള്ള പറഞ്ഞതാണ്. നല്ല മനസ്സ് സൂര്യനെ പോലെ പ്രജ്വലമാകും. എന്നാൽ തെറ്റുകൾ ഇങ്ങനെ വരുമ്പോൾ ആ ഹൃദയം ഇങ്ങനെ മങ്ങും. ആ മങ്ങുന്നതാണ് ഈ മൂഡ് ഓഫ്, അതാണ് ഈ ടെൻഷൻ. തെറ്റുകളില്ലാത്ത ദിനം പ്രകാശിതമായിരിക്കും നമ്മുടെ ഹൃദയം. സുഹൃത്തുക്കൾ, വല്ല പണിയുണ്ട്. നമ്മളൊക്കെ ഇപ്പോൾ എന്ത് തെറ്റാ ചെയ്യുന്നത്? ഹലാലാണ് നമ്മുടെ സമ്പാദ്യം. ഒന്ന് കണ്ണും നാവൊക്കെ നിയന്ത്രിക്കണം എന്നല്ലാതെ വേറെന്താ വേണ്ടത്? ഇനി വല്ല പണിയുണ്ടോ? അതിനെന്തൊക്കെ വഴികളുണ്ട് സുഹൃത്തുക്കളെ. എത്ര സമാധാനം കിട്ടുന്ന നിങ്ങൾ, എത്ര ടെൻഷൻ പോകുന്നത്. പാപങ്ങൾ കൂമ്പാരമാകുമ്പോൾ നമ്മുടെ സന്തോഷം പോകും. റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർലാഹു വഅസ്ലിഹ് ലീ ഫീ ദുർരിയതി ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ. ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ. ഞാൻ ഇതിലേക്ക് ഖേദിച്ചു മടങ്ങിയിരിക്കുന്നു. റബ്ബേ, എനിക്ക് നല്ലത് പ്രവർത്തിക്കാൻ, എൻ്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാൻ, നീ ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യാൻ ഒക്കെ എന്നെ പ്രേരിപ്പിക്കണേ. ഞാൻ നിന്നിലേക്ക് ഇതാ ഖേദിച്ചു മടങ്ങിയിരിക്കുന്നു. അള്ളാഹുലേക്കുള്ള ആത്മാർത്ഥമായ മടക്കം, പാപങ്ങളിൽ നിന്നുള്ള മോചനം, അതാണ് സുഹൃത്തുക്കളെ ആവശ്യം. ഒന്നുകൂടെ പറയട്ടെ, ഷെയറിങ്. വിഷമങ്ങളുള്ളവർ പറയാം, വിഷമങ്ങൾ മറ്റുള്ളവരോട് പറയാം. ഏറ്റവും വലിയ ഷെയറിങ് എന്താ? നിങ്ങൾ ഏറ്റവും വലിയ ഷെയറിങ് പ്രാർത്ഥനയാണ്. അള്ളാഹിനോട് പറയാം. അള്ളാഹു ആരോടും പറയില്ല, നമ്മുടെ ഒരു രഹസ്യം പുറത്താവൂല. മനസ്സിലായി? ചില ആൾക്കാർ ചില സങ്കടം പറയുമ്പോൾ നമ്മളെ വിളിക്കും. ആദ്യം എന്താ പറയാറ്? നിങ്ങളിത് പ്രസംഗത്തിൽ പറയരുതെന്ന് പറയും. സാധാരണഗതിയിൽ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ ഉദാഹരണങ്ങളായിരുന്നു ചില അനുഭവങ്ങൾ വരും. അവർക്ക് ഒരാൾ വിഷയം ഒരാൾ പറയുമ്പോൾ അയാൾക്കുള്ള പേടി ഇത് പുറത്തു പോകുമെന്നുള്ളതാണ് ഏറ്റവും അധികം. കൗൺസിലർമാരോടൊക്കെ ഏറ്റവും പ്രധാനമായിട്ട് പറയാം, കോൺഫിഡൻഷ്യലാണ്. ഒരാൾ വന്ന് പറയുന്നത് വേറൊരാളോട് പറയാൻ പാടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട അമാനത്താണ്. ഒരു വ്യക്തിനെ നമുക്ക് മനസ്സിലാവാൻ പറ്റില്ല, ചില അനുഭവങ്ങളും കാര്യങ്ങളും നമുക്ക് പറയാമെന്ന് മാത്രം. ഒരു വ്യക്തിയുടെ അഭിമാനത്തിന് പ്രശ്നം വരുന്ന രൂപത്തിൽ പറയാൻ നമുക്ക് അവകാശമില്ല, അധികാരമില്ല. എന്നാൽ അള്ളാഹിനോട് പറഞ്ഞാലോ സുഹൃത്തുക്കളെ ഒരു പ്രശ്നമല്ല. ആരോട് പറഞ്ഞാലും നാളെ അവൻ്റെ മുഖത്ത് നോക്കുമ്പോൾ നമുക്ക് വിഷമാണ്. അറിഞ്ഞല്ലോ ഒരു ഫാമിലി ഉണ്ട്, ഗുരുതരമായൊരു തെറ്റായുള്ള ഭാര്യൻ്റെ സംഭവിച്ചു. മനസ്സിലായില്ലേ? അതൊന്ന് അവൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ പരിഹരിക്കും. പക്ഷെ അത് ഒരാൾ പറയുമ്പോൾ എന്താവും? പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഒരാൾ പറയണ്ടേ? അപ്പം അയാൾ അറിയില്ലേ, അവിടെ പറയാതിരിക്കുകയാണ്. അവിടെ ആ കുടുംബ പ്രശ്നം ഇതുവരെയും പരിഹരിച്ചു പോവാതെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മൾ മനസ്സിലാക്കണം സുഹൃത്തുക്കൾ. പറയാൻ പറ്റും. അള്ളാഹോട് പറയാം, ഖാല റബ്ബി ഇന്നി വഹനൽ അളമു മിന്നി വഷ്തഅല റഅസു ശൈബ. എന്തൊക്കെ വർത്താനം! പടച്ചോനെ, എല്ലുകൾ ശോഷിച്ചു, തല നിരച്ചു. ആരോടാ ഈ പരാതിയൊക്കെ പറയണത്? അള്ളാഹിനോട്. എന്തും പറയാം സുഹൃത്തുക്കളെ അള്ളാഹിനോട്. അത് പറയുമ്പോൾ അതിനൊരു പരിഹാരം അള്ളാഹു ഉണ്ടാക്കി തരും. മനസ്സ് തുറന്ന് കരഞ്ഞ് പറഞ്ഞാൽ സങ്കടങ്ങൾ മാറും.
പ്രാർത്ഥനയ്ക്ക് ഇനി ഉത്തരം അള്ളാഹു തരും. ഇനി ചോദിച്ചത് തന്നില്ലെങ്കിലും പറഞ്ഞു തീരുമ്പോഴേക്ക് തന്നെ നമുക്ക് മനസ്സമാധാനം കിട്ടും. പ്രാർത്ഥിച്ച മനസ്സമാധാനം കിട്ടും. പടച്ചോനോട് പറഞ്ഞിട്ടുണ്ട്, അത് ഭയങ്കര സമാധാനം. ഷെയറിങ്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വിഷമങ്ങൾ പറയണം. ചില ആൾക്കാരുണ്ട് ഒന്നെ കൊണ്ടുനടക്കും. പെണ്ണുങ്ങൾക്ക് ഒരു വേലയും കൽപ്പിക്കൂല, ഓൾക്കൊരു അന്തല്ല അറിയും, അവൾക്കൊരു വിവരമില്ല, ഓൾഡ് പറഞ്ഞിട്ടൊരു കാര്യമല്ല. പിന്നെ ഇതിനെ കൊണ്ടുനടക്കുന്ന സുഹൃത്തുക്കളെ, നിങ്ങളെ പകുതി എന്ന് പറഞ്ഞാൽ അവൾക്ക് അന്തമുണ്ട്. നിങ്ങൾക്ക് ജീവിത പ്രതിസന്ധികളിൽ നിങ്ങൾ ചിന്തിക്കാത്ത പരിഹാരം അവൾ പറഞ്ഞു തരും. നമ്മളൊക്കെ അനുഭവം അതാണ്. നമ്മുടെ മനസ്സിൽ പോലും തങ്ങാത്ത പരിഹാരങ്ങൾ നമ്മുടെ ഭാര്യമാർ പറഞ്ഞു തരും. അവൾ പറയണം. നമ്മുടെ സാമ്പത്തിക അവസ്ഥ എന്താ അറിയില്ല. നാളെ മരിച്ചാലേ ആൾക്കാരിങ്ങനെ വീട്ടിൽ കയറും, ഇപ്പോൾ ചോദിക്കും ആ പൈസ എവിടെ, ഈ പൈസ എവിടെ. ഓളിങ്ങനെ അന്തം വിട്ട് നിൽക്കും. എല്ലാം പറയണം ഭാര്യമാരോട്. നമ്മൾ വലിയ ആൾക്കാരാണ്, ഓൾക്കൊരു വിവരമില്ല, ഓൾക്കൊരു അന്തമില്ല. അങ്ങനെ സുഹൃത്തുക്കളെ, നിങ്ങളെ കൂടെ ജീവിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് ഏറ്റവും അധികം ഈ ലോകത്ത് അറിയുന്നത് അവളാണ്. അതുകൊണ്ട് അവളോട് പറയണം. അവൾ അവളുടെ വിഷമങ്ങൾ നിങ്ങളോട് പറയണം. وَمِنْ آيَاتِهِ أَنْ خَلَقَ لَكُم مِّنْ أَنفُسِكُمْ أَزْوَاجًا لِتَسْكُنُوا إِلَيْهَا. ആണ് പെണ്ണിനോട് പറഞ്ഞാൽ കിട്ടുന്ന സമാധാനം ആരോട് പറഞ്ഞാലും കിട്ടും. അത് ആണ് പെണ്ണിന് പറയാൻ, ഭാര്യയ്ക്കും ഭർത്താവിനും പറയാൻ പറ്റുള്ളൂ. ഈ കുട്ടികൾക്കൊക്കെ ടെൻഷൻ വന്ന എന്തോടാ, നിങ്ങൾ ഷെയർ ചെയ്യാൻ ആളില്ലാഞ്ഞിട്ട്, പറയാൻ ആളില്ലാഞ്ഞിട്ട്. ആരോടാ പറയാ? വാപ്പായോട് പറയണം, അമ്മയോട് പറയണം. അമ്മയോട് പറയാൻ ചെന്നാല് അമ്മ കണ്ണും തല എടുത്ത് വരും. പിന്നെ പറയാൻ വരുമോ? കേൾക്കാനുള്ള മനസ്സ് വേണം. കുട്ടികൾക്ക് പറയാനുണ്ട്, മനസ്സിന്റെ സങ്കടങ്ങൾ തീരാൻ അവർ പറയട്ടെ. ഇതൊക്കെ ഇത്ര പറയണ്ടോ? നമ്മളൊക്കെ വലിയ ആൾക്കാരല്ലേ, കുട്ടികൾ പറഞ്ഞ് കേൾക്കാൻ നേരേണ്ട സുഹൃത്തുക്കളെ. 2 വയസ്സായ കുട്ടി വർത്താനം പറയുമ്പോഴേ കേട്ടുകൊണ്ടേയിരിക്കണം. അവന് പറയാനുണ്ട്, അവൾക്ക് പറയാനുണ്ട് സങ്കടങ്ങൾ. ആ ഷെയറിങ്ങിലുള്ള ടെൻഷൻ പോകും. നിങ്ങൾ ഏതെങ്കിലും കുട്ടിയൊക്കെ വീട്ടിൽ ടെൻഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് പറയാൻ ആളില്ലാഞ്ഞിട്ടാണ്, നിങ്ങളോട് പറയാൻ പറ്റാത്തതുകൊണ്ട്. കല്യാണം കഴിയുന്നത് വരെ പെൺകുട്ടികൾക്ക് ഉമ്മമാരോടും വാപ്പമാരോടും പറയാൻ പറ്റണം. തൻ്റെ ഇടവും പക്വതയും വരുന്നത് വരെ ആൺകുട്ടികൾ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കും. ഉമ്മാനോടൊരു കാര്യം പറയുമ്പോൾ ഉമ്മ പറയുന്ന ഒരു വാക്ക് അവൻ അന്നത്തെ ഒരു ജീവിതത്തിന് ആശ്വാസമാണ്. എന്തിന് 50ഉം 60ഉം വയസ്സായാലും ഉമ്മ തരുന്ന സാരല്ല മോനെ എന്ന് പറഞ്ഞാൽ ആ വാക്ക്, ആ ഷെയറിങ്ങിൽ കിട്ടുന്ന വാക്കിന്റെ മറുപടി നമ്മുടെ സ്ട്രെസ് കുറക്കും, മനസ്സമാധാനം നൽകും. അവിടെ പടച്ചവനോട് പറയാ, പടപ്പളിൽ നമ്മൾ പറയേണ്ട ആൾക്കാരോട് എന്ത് ചെയ്യുക? വിഷമങ്ങൾ ഷെയർ ചെയ്യുക, പരിഹരിച്ചു തരാനല്ല. അതാണ് ചില ആൾക്കാർ. ഓട് പറഞ്ഞിട്ട് എന്താ കാര്യം? എനിക്ക് 1.5 ലക്ഷം കടമുണ്ട്, 5 വയസ്സ് വരുമാനമില്ലാത്ത എൻ്റെ ഭാര്യനോട് പറഞ്ഞിട്ട് എന്താ? സുഹൃത്തുക്കൾ, അതൊക്കെയാണ് അറിവില്ലായ്മ എന്ന് പറഞ്ഞാൽ. നമുക്ക് 1.5 ലക്ഷം ഉണ്ടാക്കി തരാനോ അല്ലെങ്കിൽ അവളുടെ ഗോൾഡ് ഊരിത്തരാനോ അല്ല പറയണത്. നമ്മുടെ ഒരു വിഷമം മനസ്സിനുള്ളിൽ പാത്രം ഇങ്ങനെ തടച്ചു വരുമ്പോഴേ ആവി ഇങ്ങനെ പൊന്തുമ്പോൾ നേരത്തെ അടപ്പ് ഇങ്ങനെ തെറിക്കും. അടപ്പണ്ട് എടുത്തു കൊടുത്താൽ മതി, ഒരു പ്രശ്നമില്ല, ആവി ഒഴിഞ്ഞു പോകും. മനസ്സിന്റെ ആവികൾ ഒഴിഞ്ഞു പോവാൻ ഒരിടം വേണം. അതാണ് ആശ്വാസങ്ങൾ പങ്കുവെക്കുവാനുള്ള കേന്ദ്രങ്ങൾ. ഇഷ്ടപ്പെട്ടവരുടെ, നമ്മളോട് സ്നേഹമുള്ളവരുടെ, ഗുണകാംക്ഷയുള്ളവരോട് മനസ്സ് തുറക്കുമ്പോൾ നമ്മുടെ മാനസിക പ്രയാസങ്ങൾ കുറയുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് പറയണം സുഹൃത്തുക്കളെ. അതിലാണ് ദിക്റുകൾ, അദ്കാറുകൾ. മനസ്സമാധാനം കിട്ടാതെ എത്ര ദിക്റുകളുണ്ട് സുഹൃത്തുക്കളെ. ആ ദിക്റുകളൊക്കെ ഇങ്ങനെ ചൊല്ലി അർത്ഥം ചിന്തിച്ച് ചൊല്ലിയാൽ തന്നെ നമ്മുടെ മനസ്സ് സമാധാനപ്പെടും. അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബ്നു അബ്ദിക ഇബ്നു അമതിക നാസിയതി ബിയദിക മാലിൻ ഫിയ ഹുക്മുക അദ്ലുൻ ഫിയ ഖലാഉക. അല്ലാഹുമ്മ ഇന്നി അബ്ദുക, അല്ലാഹുവേ നിന്റെ വിനീതനായ ഒരു ദാസനാണു ഞാൻ, നിന്റെ അടിമയുടെ മകനാണ്, നിന്റെ അടിമയായ ഒരു സ്ത്രീയുടെ മകനാണ്. നിന്റെ കയ്യിലാണ് എൻ്റെ ജീവിതത്തിന്റെ കുടുമയുള്ളത്. എൻ്റെ ജീവിതം മുഴുവനും നിന്റെ കൺട്രോളിലാണ്. നീയാണ് എൻ്റെ ജീവിതത്തിന്റെ സുഖവും ദുഃഖവും തീരുമാനിക്കുന്നവർ. നീ എന്തെല്ലാം തീരുമാനിച്ചിട്ടുണ്ടോ അതെല്ലാം എന്നിൽ നടപ്പിലാകും. അദ്ലുൻ ഫിയ ഖലാഉക, നീ വിധിക്കുന്നതെല്ലാം എന്നിൽ നീതിപൂർവകമായിരിക്കും. നീ എന്നോട് നീതിയെ പ്രവർത്തിക്കൂ, നിന്റെ അടുക്കൽ നിന്ന് എനിക്ക് നീതിയെ ഉണ്ടാകൂ. അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക, നിനക്കെന്തെല്ലാം നാമങ്ങളുണ്ടോ, ഏതെല്ലാം പേരുകളുണ്ടോ, ഏതെല്ലാം വിശേഷണങ്ങളുണ്ടോ, അതിനെയെല്ലാം വസീലയാക്കി അതിനെയെല്ലാം മുന്നിൽ നിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു. സമ്മൈത ബിഹി നഫ്സക, നിനക്കു നീയിട്ട പേരുകളെല്ലാം, ഔ അൻസൽതഹു ഫീ കിതാബിക, നിന്റെ ഗ്രന്ഥത്തിൽ നീ ഇറക്കിയ എല്ലാ നാമങ്ങളും മുൻനിർത്തി ഞാൻ നിന്നോട് ചോദിക്കുന്നു. അല്ലം ഔ അല്ലം തഹു അഹദം മിൻ ഖൽഖിക, നിന്റെ ഏതെങ്കിലും പടപ്പുകൾക്ക് നീ പഠിപ്പിച്ചു കൊടുത്ത നാമങ്ങൾ, എല്ലാ വിധത്തിലുള്ള നാമങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു. നിന്റെ അദൃശ്യ ജ്ഞാനത്തിൽ നീ തെരഞ്ഞെടുത്ത് വെച്ച നിന്റെ നാമങ്ങൾ, ആ നാമങ്ങളെയും മുൻനിർത്തിക്കൊണ്ട്
ഞാൻ ചോദിക്കുന്നു. എന്താണ് ഞാൻ ചോദിക്കുന്നത്? അൻതജഅൽ ഖുർആന റബീഅ ഖൽബി, ഖുർആനിനെ നീ എൻ്റെ ഹൃദയത്തിന്റെ വസന്തമാക്കണം. ദീന് കൊണ്ട്, ഖുർആനിന്റെ ആശയങ്ങളെ കൊണ്ട്, അതിൻ്റെ വാക്കുകളെ കൊണ്ട്, അതിൻ്റെ പാരായണങ്ങളെ കൊണ്ട് എൻ്റെ ഹൃദയത്തെ നീ വസന്തമാക്കണം. ദുഃഖങ്ങളില്ലാത്ത, വിഷമങ്ങളില്ലാത്ത നല്ലൊരു സന്തോഷത്തിന്റെ മനസ്സിനെ നീ എനിക്ക് തരണം. വനൂറ സ്വദരി, എൻ്റെ ഹൃദയത്തിന്റെ വെളിച്ചമാക്കണം. വജലാഅ ഹുസ്നി, എൻ്റെ ദുഃഖങ്ങളെല്ലാം നീക്കിത്തരുന്നതാക്കിയിരിക്കണം. വദഹാബ ഹമ്മി, എൻ്റെ മനോവിഷമങ്ങളെ മുഴുവനും നീ എനിക്ക് നീക്കി തരണം. ഇത് ചൊല്ലുന്ന ഒരുത്തന്റെ വിഷമം നീങ്ങിയിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഉറപ്പ് തന്നതാണ്. പക്ഷെ ആ സമയത്ത് ചൊല്ലാൻ തോന്നണം, അത് കാണാതെ പഠിയണം. എന്താ തോന്നുന്ന പിശാചരും ചൊല്ലിയിട്ട് എങ്ങനെ വിഷമം നീങ്ങുക, ചൊല്ലിയിട്ട് എങ്ങനെ ടെൻഷൻ പോവുക, എന്നാ ശൈത്താൻ പറഞ്ഞു തരാം, ചൊല്ലി നോക്കി. എന്താ സംഭവിച്ചതെന്ന് തന്നെ നമുക്കറിയില്ല. അങ്ങനത്തെ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാകും. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വൽ അജ്സി വൽ കസൽ വൽ ബുഖ്ലി വൽ ജുബ്ൻ വൽ അദ്ദൈൻ വഗലബത്തിർ റിജാൽ. വിഷമത്തിന്റെ സമയത്ത് പ്രാർത്ഥിക്കാമെന്ന പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ റഹ്മതക അർജു, അല്ലാഹുവേ നിന്റെ കാരുണ്യത്തെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഫലാ തകിൽനി ഇലാ നഫ്സി തറഫത ഐൻ, കണ്ണിമ വെട്ടുന്ന സമയം എൻ്റെ കാര്യം നീ എന്നെ ഏൽപ്പിക്കരുത് നാഥാ. വഅസ്ലിഹ് ലീ ശഅനി കുല്ലഹ്, എൻ്റെ എല്ലാ കാര്യങ്ങളെയും നീ എനിക്ക് ശരിയാക്കി തരണം. എല്ലാ കാര്യങ്ങളെയും, എൻ്റെ മക്കളെ കാര്യം, എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം, എൻ്റെ ജീവിതത്തിൻ്റെ മാർഗം, എന്തെല്ലാം ഉണ്ടോ എൻ്റെ പ്രശ്നങ്ങൾ, അതെല്ലാം നീ എനിക്ക് ശരിയാക്കി തരണം. പ്രാർത്ഥന ഒരു പരിഹാരം തന്നെയാണ്. അദ്കാറുകൾ ഒരു പരിഹാരം തന്നെയാണ് സുഹൃത്തുക്കളെ. എത്ര പറയാനുള്ളത്. അള്ളാഹുവിൻ്റെ ദീന് മനുഷ്യൻ്റെ സമാധാനത്തിനുള്ളതാണ്. മനുഷ്യൻ്റെ മനസ്സിനെ സൃഷ്ടിച്ച പടച്ചോൻ്റെ അടുത്ത് നിന്നുള്ളതാണ് സുഹൃത്തുക്കളെ. ഷിഫാ അൻ ലിമാ ഫി സുദൂർ, മനസ്സിൻ്റെ മുഴുവൻ കാര്യങ്ങൾക്കും പരിഹാരം ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്. കേൾക്കാനും പഠിക്കാനും അറിയാനുമുള്ള സമയങ്ങളെ, സന്ദർഭങ്ങളെ നമ്മളെല്ലാവരും ഉപയോഗപ്പെടുത്തണം എന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ദീനിൻ്റെ പ്രബോധനങ്ങൾ ശരിയായി നിർവഹിക്കുവാനും ഈ മഞ്ചേരിയിലെ ദാവാ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും വലിയ വേഗത പകരുന്ന, ധാരാളം ഈ ആദർശത്തെ കൊണ്ടു നടക്കാൻ പറ്റുന്ന നല്ല പ്രവർത്തകന്മാരെയും പ്രചാരകരെയും അടുത്ത തലമുറകൾക്ക് സംഭാവന ചെയ്യുന്ന നല്ല ഒരു ഭാവി ഇത്തരം പരിപാടികൾ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവെ നിന്റെ ദീൻ പ്രബോധനം ചെയ്യുവാനും അതനുസരിച്ച് ജീവിക്കുവാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ. അള്ളാഹുവെ മനസ്സിൻ്റെ അസ്വസ്ഥതകളിൽ, വിഷമങ്ങളിൽ നീ ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യണമേ നാഥ. നിന്റെ വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും ശരിക്കും പഠിച്ചു ഉൾക്കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തക്കികളിൽ ഞങ്ങളെല്ലാം ഉൾപ്പെടുത്തണമേ നാഥ.